എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ സാധിക്കില്ല. ദാറ്റ്സ് ഓൺലി ഫോർ എക്സ്പീരിയൻസ്. ഓക്കെ, am I correct? അപ്പോ എനിക്ക് നിങ്ങളാരും അറിയില്ല, നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ചിലപ്പോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം മേ ബി. എന്തായാലും ഡയറക്റ്റ് ചിലപ്പോൾ അറിഞ്ഞോളണം എന്നില്ല. എന്തായാലും നമ്മൾ ഇന്നൊരു യാത്ര ആരംഭിക്കുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, യാത്ര കുറച്ച് റിസ്ക് ഉള്ള സാധനമാണ്. യാത്ര എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പ്രയാസമുണ്ട്. കാരണം അതിന്റെ ഇടയിൽ പല ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വരാനുള്ള ചാൻസുകൾ കൂടുതലുള്ള കാര്യമാണ് യാത്ര എന്ന് പറയുമ്പോൾ. നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറാൻ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ സാഹചര്യങ്ങളിൽ പല വ്യതിയാനങ്ങളും പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളൊക്കെ നമുക്ക് നിലവിലുള്ള പോലെ തന്നെ നമുക്ക് മേ ബി സൃഷ്ടിച്ചേക്കാം. ആർക്കാണോ ഇതിനെല്ലാം തരണം ചെയ്യാൻ കഴിയുന്നത് അവൻ മാത്രമേ വിജയിക്കുകയുള്ളൂ. നമുക്ക് ഒരു വലിയ തോട്ടമുണ്ട്, ഒരു കൃഷിസ്ഥലമുണ്ട്. അവിടെ ഒരുപാട് വാഴ നട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ഒരു പേമാരി വന്നു, ഒരു വലിയ കാറ്റടിച്ചു. ഒരു വാഴ മാത്രം അവിടെ വീണില്ല, ബാക്കി എല്ലാ വാഴകളും വീണുപോയി. അതിനർത്ഥം എന്താണ്? അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ആ വാഴക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. എല്ലാം വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും വീഴുമായിരിക്കാം, പക്ഷെ ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അതേപോലെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഇതേപോലുള്ള യാത്രകളിലൊക്കെ പങ്കെടുത്തിട്ട് പരാജിതരായിക്കൊണ്ട് ചിലപ്പോ മുഴുവനാക്കാൻ പറ്റാത്ത തിരിച്ചു പോന്നിട്ടുണ്ടാവും. അവരെ നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും എന്റെ ജീവിതവും അങ്ങനെ ആയിരിക്കും എന്നൊരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യരുത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്ത് അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയോ ചെയ്യരുത്. ഓരോരുത്തരും വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ ഈ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം ആർക്കാണോ അതിജീവിക്കാൻ കഴിയുന്നത് അവനാണ് ജീവിതത്തിലും പ്രൊഫഷനിലും വിജയിക്കുക. ഇത് നമ്മളെ കൂടെ എന്നും ഉണ്ടാവും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ചിട്ട് നമ്മൾ ആരും സ്വപ്നം കാണും വേണ്ട, ചിന്തിക്കും വേണ്ട. അങ്ങനത്തെ ഒരു ലോകത്തെ കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും സ്വപ്നം കാണണ്ട. അതില്ലാത്തൊരു ലോകത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണ്ട. അങ്ങനത്തെ ഒരു ലോകം ഇവിടെ ഇല്ല. മരിച്ചു കഴിഞ്ഞാലുണ്ടോ എന്ന് നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമുക്ക് കണ്ടിട്ടില്ല, ആരും അനുഭവസ്ഥരായ ആളുകൾ ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മളുടെ വിശ്വാസങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സംസാരത്തിന്റെ പിന്നാലെ പോയിട്ട് നമ്മളുടെ ജീവിതം വെറുതെ നശിപ്പിക്കരുത്. എനിക്ക് പറയാനുള്ള കാര്യമാണ്. പല സമയത്തും നമുക്ക് മേ ബി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇതുവരെ. അത് സാരല്ല, കാരണം അത് കഴിഞ്ഞുപോയി. ഇനി അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇനിയുള്ള യാത്ര ഇത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ യാത്ര ഞങ്ങളുടെ കൂടെ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിലെത്താൻ അതിയായ ആഗ്രഹവും കൊതിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായിരിക്കും. കാരണം ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ മനുഷ്യനാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവൻ എന്താണോ ആഗ്രഹിച്ചത്, എന്താണ് മോഹിച്ചതല്ല, എന്താണോ ആഗ്രഹിച്ചത്, അവൻ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറായത്. അതവൻ എല്ലാ ദിവസവും ഒരു ദിവസം പോലും അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താതെ പോകാത്ത ആളാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും, അത് ചെറുതോ വലുതോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ അയാൾക്ക് തീർച്ചയായിട്ടും അയാൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടിയിരിക്കും. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ മറ്റൊരാളെ ഉദാഹരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഞാൻ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കഠിനമായിട്ടുള്ള അധ്വാനത്തിന്റെയും കഠിനമായിട്ടുള്ള പ്രയത്നത്തിന്റെയും ഫലമായിട്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് എല്ലാ മനുഷ്യന്മാർക്കുള്ളതാണ്. പക്ഷെ ഇത് ജീവിതത്തിൽ ചിലപ്പോൾ ഒരു സമയത്തൊക്കെ വരുള്ളൂ, ഒരു പ്രാവശ്യമൊക്കെ നമ്മളെ അടുത്തേക്ക് വരുള്ളൂ. അതിൽ നമുക്ക് പിടിച്ചു കയറാൻ സാധിക്കണം. പല ആളുകളും 10-15 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം മേ ബി പഠനത്തിനായിട്ട് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കാം.
ചില ആളുകള് +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ +2 കഴിയുമ്പോഴേക്കും നന്നായിട്ട് പഠിച്ച കുട്ടികളായിരിക്കാം. ചില ആളുകൾ 10ാം ക്ലാസ്സിൽ തന്നെ കഴിയുന്നോട് കൂടിയിട്ട് തന്നെ അവരുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിഞ്ഞതായിരിക്കാം. എന്റെ ആഗ്രഹമൊന്നും അതല്ലായിരുന്നു. എനിക്ക് അതിലേറെ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും പ്രകടമാക്കാനോ അതൊന്നും ഉപയോഗപ്പെടുത്താനോ എന്റെ ജീവിതത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യാനോ എനിക്ക് സാധിച്ചില്ല. കാരണം എന്റെ സാഹചര്യങ്ങൾ എന്നെ വലിച്ച് ഇഴക്കുകയായിരുന്നു എന്ന് പറയുന്ന ആയിരക്കണക്കിന് കുട്ടികളെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ നിന്നെല്ലാം കരകയറാനുള്ള മാർഗം നമ്മളുടെ ഉള്ളിൽ തന്നെ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ പ്രപഞ്ച സത്യം. അതാരാണോ മനസ്സിലാക്കിയത്, ആ നിധിക്കൂട്ട് ആരാണോ കണ്ടെത്തിയത്, അവർക്കാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക. ട്രാൻസ്ഫോർമേഷൻ ഡസിന്റ് ഹാപ്പൻ ഇൻ ഐസൊലേഷൻ. അതായത് ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് അയാളിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. ആരെങ്കിലും ഒരു വഴികാട്ടി ഉണ്ടായിരിക്കണം, ആരെങ്കിലും ഒരാൾ നമ്മളെ കൈപിടിക്കാൻ ഉണ്ടായിരിക്കണം. എന്നത്തെ പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ കുട്ടിയായപ്പോൾ നടക്കാൻ പഠിച്ചപ്പോൾ ഒറ്റയ്ക്ക് നടന്ന് പഠിച്ചതല്ല. നമ്മളെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ച് പഠിച്ചപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ച് പഠിപ്പിച്ചു തന്നതാണ്. ഭക്ഷണം നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചതല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചതല്ല. നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ, നമ്മൾ പഠനം പൂർത്തിയാക്കിയപ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ അത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലായപ്പോൾ നമ്മൾ അത് ചെയ്തു എന്നുള്ളതാണ് സത്യം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ നമ്മളെ ബാക്കിലോട്ട് ചിന്തിച്ച് നമ്മൾ വേറെ അയൽവാസിനെ അല്ലെങ്കിൽ വേറൊരാളെന്ന് എടുക്കണ്ട. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഇതുവരെ ചെയ്ത പണി, ഏറ്റവും വലിയ ഫോൾട്ടായ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെയാണ് നമ്മൾ നോക്കിയത്. നമ്മൾ നമ്മളല്ല നോക്കിയത്. നമ്മൾ നമുക്ക് നേരെയല്ല നമ്മൾ വിരൽ ചൂണ്ടിയത്, മറ്റുള്ളവരുടെ നേരെയാണ് വിരൽ ചൂണ്ടിയത്. The number one mistake in our life is that. ഇതാണ് സത്യം. അപ്പൊ എന്ന് മുതലാണോ നമ്മൾ നമ്മളിലേക്ക് ക്യാമറ തിരിച്ചു വെക്കുന്നത്, അന്ന് മുതൽ നമ്മളിൽ മാറ്റം ഉണ്ടാവാൻ തുടങ്ങും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലൈഫ് അങ്ങനെയാണ്, ജീവിതം അങ്ങനെ. അതേസമയം നമ്മളുടെ ക്യാമറ എന്നും മറ്റുള്ളവരുടെ മുകളിലാണെങ്കിൽ ഒരു കാലത്തും നമ്മളുടെ ജീവിതം റെഡിയാവില്ല. ഒരു കാലം എന്നും പ്രോബ്ലംസ് ആയിരിക്കും, എന്നും പ്രശ്നങ്ങളായിരിക്കും. ഇതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതം നശിപ്പിക്കാനോ, അതാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കാനോ നമ്മളുടെ സമയവും സമ്പത്തും ഒന്നും നഷ്ടപ്പെടുത്താനോ ഉള്ളതല്ല. ഇത് നമുക്ക് ജീവിക്കാനുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാനുള്ളതല്ല. മീൻസ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളും നമ്മുടെ രക്ഷിതാക്കളും പറയുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ പട്ടിണി കിടക്കുകയാണെങ്കിൽ പോലും നമ്മളെ തിരിഞ്ഞു നോക്കാൻ അവരാരും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വേദന വന്നു കഴിഞ്ഞാൽ ആ വേദനയിൽ കുത്തി നോവിച്ചുകൊണ്ട് അവർ പോവാനും അവർ രസിക്കാനും ആളുണ്ടായിരിക്കും. ഇതെല്ലാം കണ്ടിട്ട് അവർ ചെയ്യുന്നത് പോലെയാണ് ജീവിതമെന്നും, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെയാണ് പോകേണ്ടതെന്നും തീരുമാനിച്ചാൽ അയാൾ തീർച്ചയായിട്ടും പരാജയത്തിന്റെ എന്താ പറയാ, വലിയ കുഴികളിലേക്കാണ് അയാൾ പൂപ്പൂത്ത. അതുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ച്, എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെച്ച്, എന്റെ ജീവിതത്തിലെ കുറച്ച് സമയം ഞാൻ എനിക്ക് വേണ്ടി, എന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെലവഴിക്കാൻ തയ്യാറാകുകയാണ് എന്നുള്ള ഉറച്ച പ്രതിജ്ഞയാണ് നമ്മളുടെ മനസ്സിൽ ആദ്യം നമ്മൾ എടുക്കേണ്ടത്. നമ്മളോടാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ വേറെ ആരോടും പറയണ്ട. നിങ്ങൾ ഉറക്കെ പറയണ്ട. നിങ്ങൾ മെല്ലെ നിങ്ങളോട് പറഞ്ഞാൽ മതി. എന്താ കാരണം? എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ തന്നെ പണിയെടുക്കണം. ഞാൻ തന്നെ അതിനെ പ്രയത്നിക്കണം. എന്റെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്താൻ ഞാൻ തന്നെ പണിയെടുക്കണം. എന്നാൽ അതിനു വേണ്ട ഇൻസൈറ്റുകൾ, അതിനു വേണ്ട വെളിച്ചം നമുക്ക് കാണിച്ചു തരാൻ, അതിലേക്കുള്ള ഒരു വെളിച്ചം കാണിച്ചു തരാൻ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നുവരെ എന്റെ കൂടെ ഉണ്ടോ അന്ന് വരെ. അത് കഴിഞ്ഞാൽ എന്നെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് അതുവരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. ഇത് 10,000-കണക്കിന് കുട്ടികളെ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ സെലക്ട് ചെയ്തിൽ വിജയിച്ച ആളുകൾ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ എടുത്ത കുട്ടികളാണ്. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ആ വിഭാഗത്തിലാണ്. ആരും തന്നെ എന്തെല്ലാം പറഞ്ഞാലും അതിൽ തന്നെയാണ് ഇപ്പോഴും വിജയമുള്ളത്. പക്ഷെ കാലാനുസൃതമായിട്ട്
ആ സിലബസുകളിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി എന്താണോ മാർക്കറ്റിൽ ആവശ്യമുള്ളത് അതിനെ ഉൾപ്പെടുത്തിയ സ്ഥാപനത്തിൽ നിന്നും അതിനാവശ്യമുള്ള സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യേണ്ട സ്ഥാപനങ്ങളിൽ ആവശ്യമുള്ളത് പഠിച്ചെടുത്തവർക്ക് മാത്രമേ അതിന്റെ പ്രാവീണ്യം നേടിയവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതിനൊക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒരു ഉറച്ച തീരുമാനം എടുക്കാം. ഈ യാത്രയിൽ മുഴുവനായിട്ടും ഞാൻ ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ എന്ത് തന്നെ വന്നാലും ഞാൻ ഈ കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യും, ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യും. എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ടോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആക്ഷൻ ആക്കി മാറ്റും. ഇതെല്ലാം നിങ്ങൾ ഉറച്ച പ്രതിജ്ഞയുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ആരംഭിക്കാം നമ്മുടെ യാത്ര. ആരൊക്കെ തയ്യാറുണ്ടോ? തയ്യാറുള്ള ആളുകൾ, റെഡി ആണ് എന്നുള്ള ആളുകൾ ചാറ്റ് ബോക്സ് റെഡി. യെസ്, ഗുഡ്. ശില്പ, Reshma, Salina Nafal, Shansi, yes, Leah, yes, Rabi. Okay, all of you most welcome the IT Academy family. Okay, ഞങ്ങളെ കുടുംബത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഇതിന് തയ്യാറുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ്, അല്ലാതെ നിങ്ങളൊരു കോഴ്സിനല്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ്, നമ്മളുടെ യാത്ര ആരംഭിക്കും. അപ്പൊ ഈ യാത്രയാകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യാത്രയില് നമ്മള് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കുറേ ദിവസമായിട്ട് കുറെ കാലങ്ങളായിട്ട് ഇപ്പോ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇതില് ആരുടെയൊക്കെ ഭർത്താക്കന്മാര് ഗൾഫിലുണ്ട്? ഒന്ന് ആൻട്രൈസ് ചെയ്യും. ആരൊക്കെ ഭർത്താക്കന്മാര് ഗൾഫിലുണ്ട്? വേറെ ഒന്നുമല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട്. യെസ്, റാബിയ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ അയാള് നമ്മളെ നാട്ടിലേക്ക് ലീവിന് വരികയാണ്. ലീവിന് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ ഒരു വർഷമായിട്ട് കാത്തിരിക്കായിരിക്കും, അല്ലെ? ഒരു വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുക. കാരണം നമ്മളെ സന്തോഷം മുഴുവൻ നമ്മൾ ഒതുക്കി പിടിച്ചിട്ട് നമ്മൾ എല്ലാ സങ്കടങ്ങളെയും നമ്മൾ മറച്ചു വെച്ചിട്ട് സന്തോഷങ്ങൾ അവര് വരുമ്പോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒതുക്കി വെച്ചിട്ട് അയാൾ ഒരു ദിവസം വർഷങ്ങൾ എടുത്തിട്ട് 1 or 2 വർഷം എടുത്തിട്ട് ലീവിന് വരുന്ന സമയത്ത് നമ്മളോട് പറയാണ്, നമുക്ക് അവിടുന്ന് വരുന്നതിന് മുന്നേ തന്നെ പറയാണ്, ഞാൻ വന്നിട്ട് ഒരു ടൂറ് പോകണം. ഓക്കെ, ഒരു ടൂറ് പോകണം നമുക്ക്. അപ്പോ അങ്ങനെ പറയുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ ഉള്ളിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കും. ഉണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? സന്തോഷം ഉണ്ടാക്കില്ലേ? സന്തോഷം ഉണ്ടാക്കും ഇല്ല റാബിയ? സന്തോഷം ഉണ്ടാക്കൂല്ലേ? യെസ്. അങ്ങനെ സന്തോഷം ഉണ്ടാക്കിയ ആ നിമിഷം മുതൽ നമ്മൾ എങ്ങോട്ടേക്ക് ടൂർ പോകും എന്നുള്ള ചിന്തയിലാണ് അടുത്തത്. നമ്പർ 1. രണ്ടാമത്തത്, ഞാൻ ടൂറ് പോകുമ്പോൾ എന്തെല്ലാം കൊണ്ടുപോകണം, അതാണ് അടുത്ത ചിന്ത. എന്റെ ബാഗില് എന്തെല്ലാം ഞാൻ നിറക്കണം. അന്ന് മുതൽ വരാനിരിക്കുന്ന ആ ടൂറിന് 1 or 2 ദിവസത്തെ യാത്രക്ക് വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ഒരുങ്ങൽ തുടങ്ങും. നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കും. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളുടെ എല്ലാ ഫിസിക്കലി മെന്റലി നമ്മൾ എന്ത് ചെയ്യും? എല്ലാം തയ്യാറാവും. നമ്മളുടെ ബാഗിൽ എല്ലാ കാര്യങ്ങളും നിറച്ചുകൊണ്ടിരിക്കും. എന്തെല്ലാം സേഫ്റ്റി പിന്ന് മുതൽ നമ്മൾക്ക് വേണ്ട ബഡ്സ് മുതൽ അല്ലെങ്കിൽ നമ്മളെ മേക്കപ്പ് ഇടേണ്ട സാധനങ്ങൾ മുതൽ എവറിത്തിങ്, ഓരോ ചെറിയ കാര്യങ്ങൾ പോലും, ബ്രഷ്, പേസ്റ്റ്, എല്ലാം നമ്മൾ ബാഗിൽ ഓരോ ദിവസമായിട്ട് ഒരു കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മൾ ടൂറ് പോകുന്നു. ടൂറ് പോയതിന് ശേഷം ടൂറിസ്റ്റ് പ്ലേസിലെത്തി നമ്മൾ റൂമൊക്കെ എടുത്ത്, അല്ലെ റിസോർട്ടോ എന്താ വെച്ചാൽ റൂമൊക്കെ എടുത്ത് പിറ്റത്തെ ദിവസം അതിരാവിലെ നമ്മൾ എണീറ്റ് ഫ്രഷായി പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുങ്ങാൻ വേണ്ടി, നമ്മൾ തയ്യാറാവാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തപ്പി നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചെറുത് മതി, നമ്മൾ അന്ന് ഫുൾ ഡിസ്ട്രാക്റ്റഡ് ആവും.
ആ ടൂർ കംപ്ലീറ്റ്ലി കൊളാവും. കാരണം നമ്മളെ മനസ്സ് ഫുള്ള് കംപ്ലീറ്റ്ലി പാളിപ്പോയി. എത്ര വർഷം നമ്മൾ കാത്തിരുന്ന ആ ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ് നമുക്ക് ആ ഒരൊറ്റ കാര്യം കൊണ്ട്, ആ ഒരൊറ്റ മറവി കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധ കൊണ്ട്, നമ്മളുടെ ആ ഒരു കാര്യത്തിന് നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും അതിൽ മറന്നുപോയതിന്റെ കാരണത്താൽ നമ്മൾ സങ്കടപ്പെട്ടത്, അല്ലെങ്കിൽ എത്രത്തോളം വിഷമിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, നമ്മളുടെ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 100% പാർട്ടിസിപ്പേഷൻ ആണ്. ദ നമ്പർ 1 റൂൾ ഈസ് 100% പാർട്ടിസിപ്പേഷൻ ആണ്. എന്താണ്? 100% പാർട്ടിസിപ്പേഷൻ ആണ്. 100% പങ്കെടുക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടോ അതിലെല്ലാം നിങ്ങൾ 100% പങ്കെടുക്കുക. നിങ്ങളുടെ മനസ്സുകൊണ്ടാണെങ്കിലും, നിങ്ങളുടെ ശരീരം കൊണ്ടാണെങ്കിലും, നിങ്ങളുടെ സമയം കൊണ്ടാണെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദ നമ്പർ 1 റൂൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ കാര്യങ്ങള് ഞാൻ പറഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. നമ്മളെല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാലും മാറ്റം എന്നാണ് നമ്മൾ മലയാളത്തിന് നോക്കിയാൽ കാണാൻ. ചേഞ്ച് എന്ന് പറഞ്ഞാലും നമ്മൾ മാറ്റം എന്ന് തന്നെയാണ് ചിലപ്പോൾ കാണുക. അത് മലയാളം എന്ന ഭാഷയുടെ അപര്യാപ്തതയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനൊക്കെ ആണെങ്കിലും ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സെലീനക്ക് ഇനി 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സെലീന ആകാൻ സാധിക്കും? ഇല്ല. നമ്മള് കല്യാണം കഴിക്കുന്നതിന് മുന്നുണ്ടായിരുന്ന റാബിയായി മാറാൻ റാബിയക്ക് സാധിക്കും? ഇല്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞു. അതാണ് ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത ഒരു വലിയ ലെവലിലേക്ക് പോകുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. ചേഞ്ച് എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഒരാളെ തടിച്ച് ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ആളായിരുന്നു. അയാൾ കുറെ ഡയറ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു? തടിയൊക്കെ കുറച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി, ഞാൻ എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത് എന്ന് കരുതിയിട്ട് ഭക്ഷണം നന്നായിട്ട് കഴിച്ചു. അയാൾ വീണ്ടും തടി കൂടും. ഇതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ടുണ്ടാവുന്നതാണ് ചേഞ്ച്. അതായത് കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന്റെ ഉള്ളിൽ ഒരു വലിയ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിന്റെ റിസൾട്ടാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ റീവയറിംഗ് നടക്കുന്നുണ്ട്. നമ്മളുടെ ബ്രെയിനിന്റെ ഉള്ളിൽ ഒരു വലിയ റീവയറിംഗ് നടക്കുന്നുണ്ട്. ആ റീവയറിംഗിന്റെ റിസൾട്ടാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ നമ്മൾ അതിന് നേരെ തിരിച്ച് നമ്മൾ വീണ്ടും പഴയതിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നെറ്റ് കട്ടോ എന്തെങ്കിലും ഉണ്ടോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? നസീബ? ഇല്ല സാറേ. സ്ക്രീനിൽ ആരും കാണുന്നില്ല, ചോദിച്ചു. ഓക്കെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് ആവശ്യം. ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് അതൊരു നല്ല ട്രാൻസ്ഫോർമേഷൻ ആയി കഴിഞ്ഞാലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും കാണാം, നമ്മളുടെ വെള്ളം എപ്പോഴാണ് നീരാവിയാകുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളക്കുമ്പോഴാണ് വെള്ളം നീരാവിയാവുന്നത്. 100 ഡിഗ്രി 90 ഡിഗ്രി തിളച്ചാൽ അത് വെള്ളമായിട്ട് തന്നെ നിൽക്കും. അതിന്റെ ദ്രാവകാവസ്ഥയിൽ നിന്ന് അതൊരു വാതകാവസ്ഥയിലേക്ക് മാറുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുമ്പോഴാണ്. പിന്നെ അത് തിരിച്ചിട്ട് വെള്ളം ആവാറില്ല. ഉണ്ടോ? ഇല്ല. അതിനെ നമ്മൾ കാണാറില്ല. അതുപോലെ അത് പിന്നെ വേറെ രൂപത്തിലൊക്കെയാണ് വരിക, നമ്മൾ കാണില്ല. അതേപോലെ നമുക്ക് ഇപ്പൊ നിൽക്കുന്ന നമ്മളുടെ സ്റ്റേജിൽ നിന്ന് നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
നമുക്ക് 100% പാർട്ടിസിപ്പേഷൻ നിർബന്ധമാണ്. വെള്ളം ചൂടാവുന്ന പോലല്ല, വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്നത് പോലെ, അതേപോലെ നിങ്ങൾക്ക് തിളക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് നിങ്ങൾ പുതിയൊരു ലെവലിലേക്ക് മാറും. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ടാണ് 100% പാർട്ടിസിപ്പേഷൻ. ക്ലാസ്സിൽ എല്ലാത്തിലും 100% പാർട്ടിസിപ്പേഷൻ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക. അങ്ങനെ ഏറ്റവും മികച്ച ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് പോകണമെങ്കിൽ 100% പാർട്ടിസിപ്പേഷൻ നിർബന്ധമാണ്. നമ്പർ 1 റൂൾ. എന്തിനാണ് ഇത് ആദ്യം തന്നെ പറയുന്നത് അറിയാം? നമുക്ക് ഒരു തോന്നലുണ്ട് എപ്പോഴും നമ്മള് പല കാര്യത്തിനും നമ്മള് പണമൊക്കെ മുടക്കും വലിയ ആവേശത്തിൽ. നിങ്ങൾ മാത്രമൊന്നുമല്ല, ഞാനും അങ്ങനെ തന്നെ. പണമൊക്കെ മുടക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. എന്നിട്ട് നമ്മള് ആരെ പറയും കുറ്റം? മറ്റുള്ളവരെ കുറ്റം പറയും. ഞാനും അങ്ങനെ. നിങ്ങൾ മാത്രമൊന്നുമല്ല, ഇതെല്ലാം മനുഷ്യനാണ്. എല്ലാ മനുഷ്യനും അങ്ങനെ. അപ്പൊ നിങ്ങൾ ആരോടെയും ചോദിച്ചു നോക്കി, നിങ്ങൾ പല ആൾക്കാരോടെയും ചോദിച്ചിട്ടായിരിക്കും ഈ കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചോദിക്കുമ്പോ പറയും, ഈ കോഴ്സ് ഞാൻ ചെയ്തിരുന്നു, പക്ഷെ എനിക്കൊരു കാര്യം കിട്ടിയില്ല. അപ്പൊ നമ്മൾ പറയും ആ കോഴ്സ് കൊണ്ട് ഒരു കാര്യം. പിന്നെ ലോകത്ത് ഏത് കോഴ്സാണ് ഈ കാര്യം കിട്ടുക? ഏത് കോഴ്സ് കൊണ്ടാ ഉപകാരം കിട്ടുക? അത് എങ്ങനെ പഠിച്ചു, എവിടുന്ന് പഠിച്ചു, ഇതൊന്നും അറിയില്ല. നമ്മളൊരു പേരെല്ലാം ഒന്നായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. നമ്മളെ ബിരിയാണി, ചിക്കൻ ബിരിയാണി, കറക്റ്റ് അല്ലേ? ചിക്കൻ ബിരിയാണി നിങ്ങൾ കേട്ടിട്ടില്ലേ? ചിക്കൻ ബിരിയാണി 50 രൂപ മുതൽ 250 രൂപ വരെ കിട്ടി. കറക്റ്റ്? ഒരാൾ എത്ര ഭക്ഷണം കഴിക്കാം? ഒരാൾക്ക് കഴിക്കാവുന്ന ബിരിയാണി 50 രൂപ മുതൽ 250 രൂപ വരെ കിട്ടും. എന്താ ഡിഫറൻസ്? നിങ്ങള് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് കയറിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തെങ്കിൽ അവിടെ 250 രൂപ ചിലപ്പോൾ ബില്ലുണ്ടാവും. ഒരു ബിരിയാണി. അങ്ങനെ എന്താ വരാൻ കാരണം? അവിടുത്തെ നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണോ കഴിക്കുന്നത്, അവിടുത്തെ ആംബിയൻസ്, അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ സർവീസ്, പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പരിഗണന, ഇതെല്ലാം നിങ്ങളുടെ 250 രൂപയിൽ പെട്ടു. പക്ഷെ പേരെന്തായിരുന്നു? ബിരിയാണി. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ എന്താ? നിങ്ങളുടെ ലെവൽ അനുസരിച്ചിട്ട്, നിങ്ങളുടെ മനസ്സിന്റെ ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് കഴിച്ച ആളാണെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അതേസമയം നിങ്ങള് ആ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ഹൈവേയിലേക്ക് കയറി, ഹൈവേയുടെ സൈഡില് ഒരു ഗുഡ്സ് വണ്ടിയില് അല്ലെങ്കിൽ ഒരു ഓട്ടോയിലുണ്ട് ഹോം മെയ്ഡ് ബിരിയാണി 50 രൂപ, ചിക്കൻ ബിരിയാണി. അതും പേരെന്താണ്? ബിരിയാണിയാണ്. മേ ബി ചിലപ്പോ ടേസ്റ്റ് 5 സ്റ്റാർ ഹോട്ടലിൽ ഇതിനുണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ എല്ലാം ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്ന് ഇല്ല. അങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ബിരിയാണി എടുക്കുകയാണെങ്കിൽ ആ ഹോട്ടലിലെ ബിരിയാണിനെ കുറിച്ചിട്ട് നമ്മൾ മുൻകൂട്ടി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിലേ ഓടിച്ചെന്ന് ബിരിയാണി എടുക്കുള്ളൂ. അവിടെ ഉള്ള ആളുകളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ അപ്പോഴല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അതൊന്നും അല്ലെങ്കിൽ ഞാൻ ഒരു അറിവ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏത് ഹോട്ടലിൽ കയറിയാലും നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക, അവരെന്താ ഫുഡ് വേണ്ടത് ചോദിക്കുമ്പോൾ പറയാം, സാധാരണ നിങ്ങൾ ഈ ഫ്രൈഡ് റൈസ് ഇതൊക്കെ ആണെങ്കിൽ ഓക്കെ, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചോദിച്ചാൽ നിങ്ങൾ ചെന്ന് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, അല്ല ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഭക്ഷണം ഏതാ? ഇവിടുത്തെ നിങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റഡ് ഫുഡ് ഏതാണെന്ന് ചോദിക്കും. ആ ഫുഡിന് സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അത് എന്താണ്, വെറുതെ സ്പെഷ്യൽ ആവില്ല. ആവോ? ഇല്ല. ഇതേപോലെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് എങ്ങനെ ചെയ്യുന്നു, എവിടെ നിന്ന് ചെയ്യുന്നു, ആരടുത്ത് നിന്ന് ചെയ്യുന്നു, ഇതനുസരിച്ചിട്ടാണ് അതിന്റെ റിസൾട്ടിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഏത് കോഴ്സ് എടുത്താലും അത് എങ്ങനെ ചെയ്യുന്നു, എവിടെ നിന്ന് ചെയ്യുന്നു, അതിനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, എനിക്കത് ചെയ്താൽ എന്താണ് കിട്ടുക,
ഞാൻ അത് കിട്ടിയാൽ തന്നെ പോകാൻ തയ്യാറാണ്. ഇതെല്ലാം റെഡിനെസ് ഉണ്ടായിട്ട് ശേഷം മാത്രമേ അതിലേക്ക് ഇറങ്ങി പുറപ്പെടാവൂ. നമ്മളെല്ലാം പുറപ്പെട്ടു, എല്ലാം പഠിച്ചു. ഇപ്പൊ റാബിയ പഠിച്ചു, റാബിയക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും. റാബിയ പഠിച്ചു, റാബിയക്ക് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി, പക്ഷെ റാബിയക്ക് പോകാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. പക്ഷെ റാബിയനോട് വേറൊരാൾ ചോദിക്കുമ്പോ റാബിയ എന്താ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ആ കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടിയില്ല. അത് സത്യം എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? റാബിയക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. നമ്മളെ എല്ലാം ഒന്നുമല്ലേ. അപ്പൊ നമ്മള് അവിടെ സത്യത്തിൽ ആ കോഴ്സാണോ കുറ്റക്കാരൻ, അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് തന്ന ഞാനോ അല്ലെങ്കിൽ ഞങ്ങളോ ആണോ കുറ്റക്കാരൻ? അല്ല. എന്താണ് കാരണം? നമ്മുടെ സിറ്റുവേഷൻ ആണ് പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പേരിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഇത് കോഴ്സിന്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ ഒരു തല മുതൽ അങ്ങേ തല വരെ നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മോഹമല്ല, ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമ്മൾ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അത് നമ്മൾ ചെയ്യേണ്ട പണി ഇതാണ്. ഇനി നിങ്ങൾക്ക് ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്താ കാരണം അറിയങ്ങളെ? നമ്മളെ എന്തിനാണ് ഇപ്പൊ ഈ കോഴ്സ് ചെയ്യുന്നത്? നിനക്കെന്താ വീട്ടിൽ ഇരുന്നിട്ട് എന്തിനത്ര ഓൺലൈനൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, IT അക്കാഡമി എന്തിനുള്ളതല്ല, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ് പറയാൻ കാരണം. ഞാൻ എത്ര അത് പറഞ്ഞിട്ടോ കാര്യമില്ല. അണ്ടർസ്റ്റാൻഡ്? പറഞ്ഞിട്ടോ കാര്യമില്ല. നിങ്ങൾക്കത് മനസ്സിലാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളോട് ചോദിക്കണം, അപ്പോഴേ അറിയൂ. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. അപ്പോ 100% പാർട്ടിസിപ്പേഷൻ ദ നമ്പർ 1 കണ്ടീഷൻ. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ട്. അടുത്തത് എന്താ കാര്യം? നിങ്ങള് എനിക്കൊക്കെ ഇനിയിപ്പോ സാധിക്കോ? അടുത്ത ചോദ്യമാണ്. നമ്മളോട് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്കൊക്കെ സാധിക്കോ? ഞാനൊക്കെ എത്ര കാലായി, എനിക്കൊരു 4 കുട്ടികളായി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, ഇവിടെ 4 കുട്ടികളുള്ളവരും 5 കുട്ടികളുള്ളവരൊക്കെ വന്ന് പഠിക്കേണ്ടത്. ഒരു കുഴപ്പമില്ല, വന്ന് പഠിക്കേണ്ടത്. പിന്നല്ല ഓൺലൈൻ. നിങ്ങൾ എവിടുന്നൊക്കെ ഉള്ളത് എനിക്ക് അറിയില്ല, ലാസ്റ്റ് ഞാൻ ചോദിക്കാം. പക്ഷെ ഇവിടെ വയനാട്ടിൽ നിന്ന് കുട്ടികൾ പഠിക്കേണ്ടത്, കാസർഗോഡ് നിന്ന് കുട്ടികൾ പഠിക്കേണ്ടത്, ട്രിവാൻഡ്രത്തുനിന്ന് പഠിക്കേണ്ടത്, അതേപോലെ ഒരുപാട് സ്ഥലത്ത് നിന്ന് കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ കുട്ടികളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എല്ലാം കോഴ്സ് കഴിയുമ്പോഴേക്ക് ഇതിനെയെല്ലാം മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം മാറിയിട്ട് നമുക്കിവിടെ ജീവിക്കാം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ്. എന്നാൽ ആ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മുകളിലൂടെ നടക്കാൻ പഠിച്ചാലോ, അതവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ മുകളിലൂടെ ഏറ്റവും ഭംഗിയായി, ഏറ്റവും വൃത്തിയായി നടക്കാൻ പഠിച്ചാലോ, യെസ്, അതാണ് നമ്മൾ പഠിക്കാൻ പോണ കാര്യം. ഊവാമായി ഞാൻ ആരാണ്? ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, ഊവാമായി ഞാൻ ആരാണ്? അതിന് നിങ്ങൾക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഐ എം എ ഹ്യൂമൻ ബീയിങ്. നിങ്ങൾക്ക് പല ഉത്തരങ്ങൾ പറയാം. ഐ എം എ മദർ, ഐ എം എ വൈഫ്, ഐ എം എ ഡോട്ടർ, ഇതൊക്കെ പറയാം. പക്ഷേ ശരിയായ ഒരൊറ്റ ഉത്തരമാണുള്ളത്. ദ ഫസ്റ്റ് ആൻസർ ഇതാണ്. ഇതൊക്കെ നിങ്ങൾ ആയത് എന്തിനു ശേഷമാണ്? നിങ്ങൾ മനുഷ്യനായി ജനിച്ചതിന് ശേഷം മാത്രമാണ്. ദ ഫസ്റ്റ് ആൻസർ ഈസ് ഐ എം എ ഹ്യൂമൻ ബീയിങ്. ഐ എം എ ഹ്യൂമൻ ബീയിങ്. പിന്നെ അവിടെ നിന്നൊക്കെയുള്ള പൊസിഷൻ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് പറയാൻ സാധിക്കേണ്ടത് എന്താണെന്നറിയോ? ഞാനൊരു ഭാര്യയാണ് എന്ന് പറയും. ഉവ്വാമായി എന്ന് ചോദിച്ചാൽ ഞാനൊരു ഭാര്യയാണ് എന്ന് പറയണമെങ്കിൽ ഞാനൊരു നല്ല ഭാര്യയാണ് എന്ന് പറയാൻ സാധിക്കണം. ഞാനൊരു നല്ല അമ്മയാണ് എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ പ്രസക്തി ഉള്ളൂ. അമ്മയാകാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട.
അല്ലെങ്കിൽ ഒരു മകളാകാൻ നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. പക്ഷെ ഒരു നല്ല മകളാവണമെങ്കിൽ നമ്മൾ കുറെ പണിയെടുക്കണം. ഒരു നല്ല ഭാര്യ ആവണമെങ്കിൽ നമ്മൾ തന്നെ കുറെ പണിയെടുക്കണം. അതേപോലെ നല്ലൊരു അമ്മയാവണമെങ്കിൽ നമ്മൾ തന്നെ കുറെ പണിയെടുക്കണം. നല്ലൊരു ഫ്രണ്ട് ആവണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കണം. ഒരു നല്ല എംപ്ലോയി ആവണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കണം. തീർച്ചയായിട്ടും മറ്റേതൊക്കെ നമുക്ക് സ്വാഭാവികത കൊണ്ട് സംഭവിച്ചേക്കാം. പക്ഷെ ഇത് മാത്രം. അപ്പൊ നിങ്ങൾ നിങ്ങളോട് വളരെ ഷാർപ്പായിട്ട് പവർഫുൾ ആയിട്ട് നിങ്ങളോട് ചോദിക്കുക, ഞാൻ ആരാണ്? ദ ആൻസർ ഈസ് ഐ എം എ ഹ്യൂമൻ ബീങ്. ഞാൻ ഒരു മനുഷ്യനാണ്. എന്താണ് മനുഷ്യനുള്ള വ്യത്യാസം, മനുഷ്യനുള്ള പ്രത്യേകത? അടുത്ത ചോദ്യം, ഞാൻ അങ്ങനെ മനുഷ്യനാണ്, ഇറ്റ്സ് ഓക്കെ. അങ്ങനെയാണ് എനിക്ക് എന്താണ് അതുകൊണ്ട് കാര്യം? ഞാൻ എന്തുകൊണ്ടാണ് മനുഷ്യനായത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം? അതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം, യെസ്. ആദ്യത്തെ ചോദ്യവുമായി ഞാൻ ഒരു മനുഷ്യനാണ് ഉമായി ചോദിക്കുമ്പോ അടുത്ത ഉത്തരം എന്താണ്? ഐ എം എ ഹ്യൂമൻ ബീങ്. ഞാനൊരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ 3 പാർട്ടുകൾ കൂടിയതാണ്. 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ഹ്യൂമൻ ബീങ്. 3 പാർട്ടാണ്. 3 പാർട്ട്. ഒന്നാമത്തെ പാർട്ടിന്റെ പേരാണ് അവർ ബ്രെയിൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ബ്രെയിൻ. ബ്രെയിൻ. രണ്ടാമത്തിന്റെ പേരാണ് മൈൻഡ്. യെസ്, മൈൻഡ്. നാലാമത്തിന്റെ പേരാണ് ബോഡി മസ്കുലാർ സിസ്റ്റം. ബോഡി മസ്കുലാർ സിസ്റ്റം. ഈ 3 സാധനം അല്ലാത്ത ഒരു സാധനം നമ്മളെ മേത്തില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ഇല്ല. ഈ 3 സാധനത്തിനെയും ആരാണോ ഏറ്റവും മികച്ച രീതിയിൽ അലൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതേപോലെ ഒരേപോലെ അതിനെ ഒരേ എനർജിയിൽ ആർക്കാണോ കൊണ്ടുപോകാൻ സാധിക്കുന്നത്, അവനാണ് ഏറ്റവും മികച്ച വിജയം ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ പ്രത്യേകത? 100 ബില്യൺ ന്യൂറോണുകളുമായിട്ടാണ് ഓരോ മനുഷ്യന്റെ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെട്ടത്. 100 ബില്യൺ ന്യൂറോണുകൾ. ഓൾമോസ്റ്റ് ഒരു 16, അതിങ്ങനെ നിർത്തി വെച്ചാൽ ഒരു 16 കിലോമീറ്റർ നീളം ഉണ്ടാവും. 16-17 കിലോമീറ്റർ നീളം ഉണ്ടാവും. അതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിലാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ എൻജിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അയാളുടെ ബ്രെയിൻ തന്നെയാണ്. ബാക്കിയൊന്നും ഇമ്പോർട്ടന്റ് ഇല്ല എന്നല്ല പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം അയാളുടെ മുന്നോട്ട് നയിക്കാൻ വേണ്ട, യാത്രയിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ട എല്ലാ വിഭവങ്ങളും സംഹരിക്കേണ്ട, എല്ലാ വിഭവങ്ങളും കണ്ടെത്തേണ്ടത്, എല്ലാത്തിനും വേണ്ടി പരിശീലിക്കുന്നത്, എല്ലാം ഒരു ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആളുടെ പേരാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എൻജിൻ ഉണ്ടാവുമ്പോ, ഈ എൻജിൻ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നമ്മളുടെ ഹെൽമെറ്റ് ഇടാൻ പറയുന്നത് എന്തിനാ? ഇത്ര സ്ട്രോങ് ഹെൽമെറ്റ് ഇടണം, ഇന്ന കാര്യങ്ങൾ ഇടണം, ഇന്ന സംഭവിക്കും. എന്താ, നമ്മുടെ ബോഡി മൊത്തം എല്ലാ അപകടത്തിൽപ്പെട്ട പ്രശ്നം തന്നെയല്ലേ? നട്ടില് പോയാലും പ്രശ്നം തന്നെയല്ലേ? പക്ഷേ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ അവയവമാണ് എന്ത്? ബ്രെയിൻ. ആ ബ്രെയിൻ അത്രയും സ്ട്രോങ്ലി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്, ചെയ്യേണ്ടത്. ഒരു മനുഷ്യന്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ഉള്ളിലുണ്ട് എന്നാ പറയുന്നത്. എല്ലാ സ്കില്ലും കാണാനില്ല. ഒരാളുടെ ബ്രെയിൻ ഇങ്ങനെ പൊളിച്ചു വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്കില്ലുണ്ടോ നോക്കി അതൊന്നും കാണാനൊന്നും സാധിക്കില്ല. എന്താണ്? ഇൻവിസിബിൾ ആണ്. വേറൊരു കാര്യം എന്താ വെച്ചാല്, ഇൻവിസിബിൾ മോർ ദാൻ പവർഫുൾ വിസിബിൾ. അതായത് ഇൻവിസിബിൾ ആണ് ഏറ്റവും, കാണാൻ കഴിയാത്തതിനാണ് ഏറ്റവും കൂടുതൽ പവർ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ക്വാണ്ടം ഫിസിക്സിന്റെ തത്വമാണ് എനർജി ഈസ് എവറിത്തിങ്, എവറിത്തിങ് ഈസ് എനർജി. എനർജിയാണ് എല്ലാം, എല്ലാം എനർജിയാണ്.
എനർജി കാണാൻ സാധിക്കോ? ഇല്ല. കാണാൻ പറ്റാത്തതാണ് എന്തിനേക്കാൾ, കാണുന്നതിനേക്കാൾ, കാണാൻ പറ്റുന്നതിനേക്കാൾ ഏറ്റവും പവർഫുൾ ആയത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര പവർ ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തെല്ലാം നമ്മൾ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ദൈവം നമുക്ക് എല്ലാവർക്കും ഈ 100 ബില്യൺ ന്യൂറോണാണ് തന്നത്. സർ ഐസക് ന്യൂട്ടനും APJ അബ്ദുൽ കലാമിനും എനിക്കും നിങ്ങൾക്കും എല്ലാം തന്നത് 100 ബില്യൺ ന്യൂറോണുകളാണ്. അത് നമുക്ക് ഇഷ്ടത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കരുതാണ് എനിക്ക് ബൈക്ക് ഞാൻ പഠിച്ചു എടുത്ത അല്ല, ബൈക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും നമ്മളുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ബ്രെയിനിലുണ്ട്. പക്ഷെ നമ്മളതിനെ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. വേറെ ഒരു ഡിഫറൻസും അതില് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഇതാണ്. പക്ഷെ ഇവന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് വേണം? ഇവന് എനർജി കിട്ടണം. നമ്മളൊരു വണ്ടിക്ക് ഒരു എഞ്ചിൻ ഉണ്ട്, ആ എഞ്ചിൻ എന്ത് ചെയ്യണം? ആ എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ എന്താണോ ആ എനർജി കിട്ടണം, ആ ഒരു ഫ്യൂവല് കിട്ടണം. അത് കിട്ടുന്ന സ്ഥലം നമ്മളുടെ മൈൻഡാണ്. എന്താണ്? മൈൻഡാണ്. ഇവനെ കാണാനും പറ്റൂല, നമുക്ക് പിടിക്കാനും പറ്റൂല, കയ്യിലിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും കൊണ്ട് ചാഞ്ചാടും, ഇടക്കിടക്ക് മാറും. ആരെങ്കിലും എന്തേലും പറയുമ്പോത്തിന് ഇവങ്ങനെ ചിന്തിക്കും, ആ പറഞ്ഞത് ശരിയാണല്ലേ, എന്നാ ഞാൻ അങ്ങനെ ചെയ്താലോ, നമ്മൾ പറഞ്ഞ ഇങ്ങനെ ചെയ്താലോ. ഇവങ്ങനെ മാറും. ഇവ ഭയങ്കര അത്ഭുത, ഭയങ്കര സാധനം. നമ്മൾ പ്രതീക്ഷ പോലെ നമ്മളെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അയക്കൂല. ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ഇവൻ ആർക്കെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് പറഞ്ഞാൽ നിങ്ങളെ മൈൻഡ് എവിടെയാണ്? നിങ്ങളെ മനസ്സ് എന്ന് പറഞ്ഞ സാധനം എവിടെയാണ്? നിങ്ങളൊന്ന് കാണിച്ചു തന്നാണ്. ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും? എനിക്ക് കാണിച്ചു തരാൻ കഴിയാത്തോണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും എന്ന് പറഞ്ഞത് സംശയമാണല്ലോ, നമുക്ക് ചിലപ്പോ ആർക്കാ പറഞ്ഞുതരാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും? ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഒരാളെ മനസ്സ്. നമ്മൾ പറയും ഞാൻ എന്റെ മനസ്സ് കണ്ടു. എങ്ങനെ കണ്ടു ആ മനസ്സ്? അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ കാരണം? അവൻ എന്നെ ഒരുപാട് സ്നേഹിച്ചപ്പോ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നപ്പോ അവന്റെ മനസ്സ് ഞാൻ കണ്ടു. അവൻ ഇല്ലാഞ്ഞിട്ടും എന്നെ സഹായിച്ചപ്പോ അവന്റെ മനസ്സ് ഞാൻ കണ്ടു. സത്യത്തിൽ ആ മനസ്സ് കണ്ടിട്ടില്ല, ആ മനസ്സ് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പീരിയൻസ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോ ഇവനാണ് നമ്മളുടെ ബ്രെയിനെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി കംപ്ലീറ്റ്ലി സപ്ലൈ ചെയ്യാം. നമ്മളെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബ്രെയിൻ ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ അടിമയാണ് ബ്രെയിൻ എന്ന് പറഞ്ഞത്. ശരീരത്തിന്റെ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാല്, ഈ ശരീരത്തിനെ കംപ്ലീറ്റ്ലി നിയന്ത്രിക്കുന്ന നമ്മളെ ബ്രെയിനാണ്. അപ്പോ നമ്മളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കാതിരിക്കുക, കൂടുതൽ കഷ്ടപ്പെടാതിരിക്കുക, ഇതൊക്കെ ചെയ്യുന്ന പണി ആരാണ്? ബ്രെയിനാ ചെയ്യുക. ഭയങ്കര മടിയാണ്. നമ്മളോട് ഇങ്ങനെ ഇടക്കിടക്ക് പറയാം അത്രയൊക്കെ മതി. കംഫേർട്ട് സോണിന്റെ ആളാണ്. അതായത് കംഫർട്ടായിട്ട് ഇരുന്നു, അത്ര മതി, ഇനി ഇതിലായിരുന്നു വേണ്ട. എനിക്കിപ്പോ എന്താ, കല്യാണമൊക്കെ കഴിഞ്ഞു, 2 കുട്ടികളെ കഴിഞ്ഞു, അത്രയൊക്കെ മതി ഈ ജീവിതം. നിങ്ങളൊന്ന് ആലോചിക്കുന്നേ, കല്യാണം കഴിഞ്ഞപ്പോ കരുതി എല്ലാ സാധനവും നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ആലോചിച്ചോക്കി, നമ്മള് കല്യാണം കഴിഞ്ഞോട് കൂടി നമ്മൾ ബ്ലോക്കായി. സത്യം പറയാം, ശരിക്കും ബ്ലോക്കായി. എന്താ കരുതിയത്? ഇനിയിപ്പോ എനിക്കൊന്നും പേടിക്കണ്ട, എന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആളുണ്ട്. എന്നിട്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സംതൃപ്തരായ രീതിയിൽ നോക്കിയല്ലേ? നമ്മൾ സത്യത്തിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞാണ് ഉണ്ടോ ഇല്ലേ? എനിക്കത് അറിയാം, ജസ്റ്റ് അറിയാം, ഉണ്ടോ ഇല്ലേ? എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഫുള്ള് തീർന്നോ ഇല്ലേ പറഞ്ഞാൽ എസ്വർണം അടിച്ചാൽ മതി. നിങ്ങളെ വിശദീകരണം ഒന്നും എനിക്ക് വേണം. ഉണ്ടോ? ഇല്ല.
കുറച്ചൊക്കെ യെസ് ഗുഡ്. പിന്നെ നോ നോ നോ. എന്താ കാരണം? നമ്മൾ ഹൈ എക്സ്പെക്ടേഷനെ നമുക്ക് അതെന്തുകൊണ്ടുണ്ടായത്? നമ്മള് യെസ് കുറച്ചൊക്കെ ഓക്കെ ഗുഡ് വെരി ഗുഡ്. എന്താ കാര്യം ഞങ്ങള് നമ്മള് ഭയങ്കര എക്സ്പെക്ടേഷനിലേ എന്താ കാര്യമോ ഇവിടെ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. ഞാൻ ബ്രെയിനിക്ക് തിരിച്ചു വരാം. പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. എന്താ സംഭവിച്ചു ഞങ്ങള് നമ്മള് 1ാം ക്ലാസ്സിൽ ഇപ്പൊ 3.5 വയസ്സ്, ഞാനൊക്കെ 1ാം ക്ലാസ് ആദ്യമൊക്കെ നഴ്സറി ആയിരുന്നു, പിന്നെ 1ാം ക്ലാസ്സിലേക്കാണ് പോയിരുന്നത്. അപ്പൊ നഴ്സറി ആകുമ്പോ എപ്പോഴേലും പോയാൽ മതി, പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ 1ാം ക്ലാസ്സിൽ എത്തിയപ്പോ അങ്ങനെയല്ല. അപ്പൊ ഞാൻ കരുതി ഇതൊന്നും അവസാനിച്ചാൽ ഒരു സുഖമായിരുന്നു. കുട്ടി സ്കൂളിൽ രാവിലെ ഇരിക്കുമ്പോ കരുതാ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ടാന്ന് സ്വസ്ഥായിരുന്നു അല്ലെ. നിങ്ങളെ കുട്ടികളുടെ ചിന്തിക്കണം, നിങ്ങളത് ചിന്തിച്ചാൽ മതി. നമ്മൾ തന്നെ ചിന്തിക്കാം, സ്കൂളിൽ നിന്ന് വിട്ടിട്ടാണ് സ്കൂളിൽ തുടങ്ങി ഒന്ന് ലീവ് കിട്ടിയാൽ മതി. നിങ്ങൾ ആലോചിക്കി. അപ്പൊ എന്ന് നമ്മൾ അന്ന് തുടങ്ങി നമ്മൾ ഇതിങ്ങനെ ഏറ്റില് മെല്ലെ 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 ഏറ്റില്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ഇത് 5ാം ക്ലാസ്സിലായി. ഞാൻ ഇനിയിപ്പോ എന്തായി, കുറച്ച് വലുതായി, അതൊക്കെ കഴിഞ്ഞ് 8ാം ക്ലാസ്സിലെത്തി. പിന്നെ കരുതാലോ 10ാം ക്ലാസ്സിനെ കഴിഞ്ഞ എനിക്കൊരു സമാധാനമായാലോ, ഒരു ഭാരം കണ്ട് തീർന്നില്ല. 10ാം ക്ലാസ്സിനെ കഴിയുമ്പോ എന്തൊക്കെയാണ് പ്രശ്നം? 10ാം ക്ലാസ്സിന് കഴിയുമ്പോ കാണാൻ എല്ലാരും കൂടെ +1 അല്ലെങ്കിൽ പ്രീഡിഗ്രിക്ക് ഓടുന്നു. അയ്യോ ഇനിയിപ്പോ പഠിക്കണല്ലേ, പഠിച്ചില്ല ഇനിയും പ്രശ്നം. ഓക്കെ, അപ്പോഴേക്ക് തുടങ്ങും. നമുക്കൊരു 18 വയസ്സാകുമ്പോഴേക്ക് തുടങ്ങും വീട്ടുകാര് എന്നെ കല്യാണം കഴിപ്പിക്കാനുള്ളതാണ്, വേറെ വീട്ടിൽ പോയി കയറാനുള്ളതാണ്, അത് പഠിച്ചോ ഇത് പഠിച്ചോ അങ്ങനെ പറയും. പിന്നെ പറയണ്ട ഓളെ കണ്ടു പഠിച്ചോ ഇവളെ കണ്ടു പഠിച്ചോ. ഇതാണ് നമ്മളോട് ചെറുപ്പം മുതലേ പറഞ്ഞത്. നമ്മളെ കൈവളം പോലെ ഇതുവരെ സത്യത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കി. ഇതുവരെ നിങ്ങൾക്കുള്ള യൂണീക്ക് ആയിട്ടുള്ള കഴിവുകളൊന്നും നിങ്ങളെ രക്ഷിതാക്കൾ തിരിച്ചറിയുകയോ നിങ്ങളെ അതിലേക്ക് ട്രാക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയണം. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആരുടെങ്കിലും വളരെ കുറഞ്ഞ ആൾക്കാരുടെ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പൊ അന്ന് പ്രശ്നം. അങ്ങനെ +2 എത്തിയപ്പോ എന്തായി? +2 ഏതെടുക്കാം? അടുത്ത കൺഫ്യൂഷന്റെ പ്രശ്നം. അങ്ങനെ ഏതെടുത്താലും എന്താവുക, അവിടത്തെ എന്താവോ, ഓള അങ്ങനെ എത്തി ഇവിടെ അങ്ങനെ എത്തി, അപ്പോഴും മറ്റുള്ളവരെയാണ് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ കരുതാണ് ഇനിയിപ്പോ അപ്പൊ അതിന് എത്രയായി? 17 വയസ്സ് 18 വയസ്സായി. അപ്പൊ വീട്ടിൽ നിന്നുള്ള ഈ പ്രശ്നം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും പണിയുള്ള കാര്യം ഈ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വിഷമമാണ്. അപ്പൊ പിന്നെ ഡിഗ്രി ഒക്കെ വേണം, ഏതായാലും പിന്നെ കെട്ടിക്കാളും. നമ്മളെ ബ്രെയിൻ ഇങ്ങനെ പറയണം നമ്മളോട്, എന്നെ ഏതായാലും കെട്ടിക്കും, ഇനിയിപ്പോ പഠിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ അങ്ങനെ ഡിഗ്രിക്ക് ചേർന്നു. പക്ഷെ കുറച്ച് നമ്മളെ കല്യാണം ആയപ്പോ നമ്മളെന്താ കരുതിയത്? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ ശല്യം തീരുമല്ലോ, പിന്നെ ആ പ്രശ്നമില്ലല്ലോ, എനിക്കൊന്നും തന്നെ ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാതെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാലോ. അങ്ങനെ ചെക്കനെ കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കല്യാണത്തിന്റെ മുന്നേ തന്നെ നിക്കാഹ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞു. പിന്നെ ഫുൾ കറക്കം. നമ്മൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കണം. ഐസ്ക്രീം പറയുമ്പോൾ ഐസ്ക്രീമിന്റെ പെട്ടി അതേപോലെ തന്നെ എങ്ങനെ കിട്ടും. അപ്പൊ നമ്മൾ കരുതി എന്നും തന്നെ ഭയങ്കര ലോകകര സംഭവം. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രശ്നമൊക്കെ തീർന്നു, ഇനിയിപ്പോ എന്ത് വന്നാലും കുഴപ്പമില്ല. അപ്പോഴേക്ക് നമ്മളതൊക്കെ ചിന്തിച്ചു, നമ്മൾ എത്രയോ ദൂരേക്ക് ഓടി നമ്മളെ സ്വപ്നങ്ങളുമായിട്ട്. പക്ഷെ നമ്മൾ അതിനുള്ളൊരു പണി നമ്മൾ എടുത്തിട്ടില്ല. ഇതാണ് സത്യാവസ്ഥ. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വെറുതെ തല വെച്ചെടുത്തു. കല്യാണം കഴിക്കേണ്ടതല്ല പറയുന്ന അർത്ഥം. അതോട് കൂടിയിട്ട് നമ്മളെ കഴിവുകളെല്ലാം കിട്ടും. പിന്നെയാണ് അറിയുന്നത് അവിടെ വീട്ടിൽ ചെന്നപ്പോ അവിടെ എന്റെ വീട്ടിലത്തെ പോലല്ല, അവിടെ അങ്ങനെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ആരോടും മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് ചോദിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ സ്ട്രെസ്ഡായി ഇങ്ങനെ വരണം. നമ്മൾ എന്താ അതിന്റെ മുന്നേ കരുതിയത്? ഇതോട് കൂടിയിട്ട് എന്റെ സന്തോഷം ആരംഭിച്ചു. പക്ഷെ എന്തുണ്ടായി? ഐ എക്സ്പെക്ടേഷൻ ബിക്കംസ് ഡിസപ്പോയിന്റ്മെന്റ്. നമ്മൾ ഡിസപ്പോയിന്റ്മെന്റ് കക്കി. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഒരു യാന്ത്രികമായിട്ട് ചെയ്യന്നെ, ഇപ്പൊ എന്താ കാട്ടുക, ഇങ്ങനെ പോകരുത്. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഹസ്ബൻഡാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടതാണ്, ഒക്കെയാണ്, ഒക്കെ ഒന്നും കുഴപ്പമില്ല, വളരെ നല്ലതാണ്. നിങ്ങളെ ഒരു 2 പ്രാവശ്യം പൈസ വെച്ച് നോക്കി എന്തെങ്കിലും ആവശ്യത്തിന് എന്താ പറയാൻ? നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി എന്താ പറയാൻ. ആ അനുഭവം തന്നെ അല്ലേ പണ്ട് ഉമ്മാനോട് പൈസ വെച്ചപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ അത് റെഡിയാവുമെന്ന് കരുതിയല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരു പ്രശ്നം നമ്മൾ മരിക്കണ വരെ തീരില്ല, ഇത് എന്നും ഉണ്ടാവും. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞൊരു ആദ്യം കിട്ടിയത് ഒരു മോനാണ്. മോനൊക്കെ വലുതായി കഴിഞ്ഞാൽ എന്റെ മോൻ നോക്കിക്കോളുന്നെ. മോനൊക്കെ നോക്കി, ഉമ്മായി എല്ലാം നോക്കി, നോക്കിയൊക്കെ കഴിഞ്ഞ് കുറെ കഴിയും. നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ, ജോലിയൊന്നും ഇല്ല, മരത്തൊന്നും ഇല്ല.
മനങ്ങനെ നോക്കുന്നുണ്ട് നല്ല ആൾക്ക്. പക്ഷെ ഉമ്മ അങ്ങനെ പൈസ എന്തെങ്കിലും ആവശ്യത്തിന് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടത്തിന് ആർക്കെങ്കിലും കൊടുക്കാനോ എന്തിനും ചോദിക്കുകയാണെങ്കിൽ, അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ പൈസ? ആ ചോദ്യം മതി നമ്മളെ തളർത്താൻ. അല്ലെ? ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ഇനിയിപ്പോ നിങ്ങള് കരുതിയിട്ടില്ലെങ്കിൽ മുൻകൂട്ടി പറഞ്ഞത് അതൊക്കെയാണ് വരാനുള്ളത്. ഇതൊക്കെ വരാനുള്ളത്. അതിന്റെ മുന്നേ പണിയെടുത്തു, സ്വന്തത്തിന്റെ മേലിൽ പണിയെടുത്തു. നമുക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ, നമ്മളത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ ബ്രെയിൻ അതിനെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ന്യൂ വയറിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവും. ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ അതിന്റെ മേലെ കൂടെ സന്തോഷത്തോടു കൂടി നടക്കാൻ പഠിക്കുന്നവനാണ് വിജയിക്കുക. അതിന്റെ മേലെ കൂടെ നടക്കാൻ പഠിക്കുക, അവരാ വിജയിക്കുക. അതില് ആ തീക്കുണ്ടാക്കിട്ട് വീയലല്ല. അതവിടെ ഉണ്ടായിക്കോട്ടെ. ഓരെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഓരെ എങ്ങനെ മാനേജ് ചെയ്യണം അത് നമ്മൾ പഠിക്കണം. അതിന് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാ, കുറച്ച് പണിയാ. പണ്ടത്തെ പോലെ തന്നെ ചെയ്തേ പറ്റുള്ളൂ. ഇതാണ് ലൈഫ്. അങ്ങനെ പഠിച്ചിട്ട് വിജയിക്കുമ്പോ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അമ്മായിമാന്റെ പ്രശ്നം അവിടെ ഉണ്ടാവും, ഹസ്ബൻഡിന്റെ പ്രശ്നം അതൊക്കെ അവിടെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ നമ്മൾ ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് ജീവിക്കാം. ആർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക്. എന്താ കാരണം? നമ്മളിവിടെ ഒറ്റക്കാ വന്നത്. ആരെങ്കിലും ഉണ്ടേ ഞങ്ങളെ കൂടെ? ആരും ഒറ്റക്ക് വന്ന. ഇനി പോവലും നമ്മൾ ഒറ്റക്കാം. അപ്പൊ എന്താ ഈ ജീവിക്കലോ അതും നമ്മൾ ഒറ്റക്കാം. എന്താ കാരണം അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആലോചിക്കും. ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മള് കല്യാണം കഴിഞ്ഞ ഒരു ഉമ്മ ആവുക, അല്ലെ അമ്മ ആവുക എന്ന് പറഞ്ഞ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാം നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ സമ്മതിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം എന്ന് പറയുന്നത് തന്റെ കുഞ്ഞിനെ കിട്ടുന്ന സമയമാണ്. തന്റെ കുഞ്ഞിനെ തന്റെ കയ്യിൽ കിട്ടുന്ന, അതിന് മുന്നുണ്ട് അതിന്റെ അനുഭവം എന്തേനു? ഭയങ്കര കഠിനമായിട്ടുള്ള വേദനയുടെ അനുഭവമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതോട് കൂടിയിട്ട് അത് മറന്നു. ആ പ്രസവിക്കുന്ന സമയത്ത് ഓരോ സ്ത്രീയും കരുതുന്നതാണ് മനസ്സിൽ, ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ മേലാൽ പ്രസവിക്കൂല. എന്നിട്ട് എത്രണ്ണം പ്രസവിച്ച ആൾക്കാരുണ്ട് ഇതില്? കാരണം എന്താ? ഇതാണ് സത്യം, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ആ സമയത്തുണ്ടായ വേദന, നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ പോലെ ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവാണ്, എന്നെ നല്ല സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്, ഒക്കെ സമ്മതിച്ചു. ലേബർ റൂമിന്റെ പുറത്തുണ്ടായിരുന്നു. ഇപ്പൊ ലേബർ റൂമിന്റെ ഉള്ളിലും കയറാൻ തോന്നുന്നു. എന്തായാലും ലേബർ റൂമിന്റെ പുറത്തുണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്റെ നെറ്റിയിൽ ഒരു മുത്തം നിന്നു, എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ സാറല്ലേട്ടോ, എന്താ വേദനയൊക്കെ ഉണ്ടായിരുന്നില്ല, സഹിച്ചില്ല, എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇതൊക്കെ കാണിച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ലൈഫ് പാർട്ണർ അല്ലേ, നിങ്ങളൊരു കാര്യം പറയണേ, ഒക്കെ സംഭവം ശരിയാണ്, പകുതി വേദന നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞാൽ സാധിക്കോ? പറ്റോ? ഇല്ല. ആ വേദന നമ്മൾ അനുഭവിക്കണ്ടേ? അതിനർത്ഥം എന്താ വെച്ചാൽ ലൈഫ് ഈസ് എക്സ്പീരിയൻസ്. അത് നമ്മൾ തന്നെ അനുഭവിക്കാം. മീൻ മുറിക്കുന്ന സമയത്ത് കത്തി ഒന്ന് കൈ തട്ടി, മുറിവായി, ആർക്കും എന്തും പറയാം. നമുക്ക് ചില ആൾക്കാർ പറയും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ നമ്മളെ അമ്മായിമ്മ കുറച്ച് സ്ട്രോങ് ഉള്ള ആളാണെങ്കിൽ എനിക്ക് അറിയിട്ടാണ്, ചെയ്ത് പരിചയമില്ലായിട്ടാണ്, അങ്ങനെയും പറയും. ചിലവര് പറയും, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും, സാറല്ലടി അത് എല്ലാവർക്കും പറ്റുന്നതാണെന്ന് പറയും. എങ്ങനെ പറഞ്ഞാലും വേദന ആര് സഹിക്കണം? നമ്മൾ സഹിക്കണ്ടേ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെയാണ് എല്ലാ വേദനയും അങ്ങനെ. മാനസികമായിട്ടുള്ള വേദന അങ്ങനെ തന്നെ, ശാരീരികമായിട്ടുള്ള വേദന അങ്ങനെ തന്നെ. അതൊരു എക്സ്പീരിയൻസ് ആണ്. വേദന എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. അത് നമ്മൾ മനസ്സിലാക്കുക. അതിനെ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അതിനെ നമുക്ക് തന്ന അവസരങ്ങളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം, ഉപയോഗിക്കാം. അതിൽപ്പെട്ട സാധനമാണ് നമ്മൾ ഈ ബ്രെയിനെ നന്നായിട്ട്. ഈ ബ്രെയിന്റെ പ്രത്യേകത എന്താ പറയുക? അത് മതി, അത്ര മതി നമ്മൾ പറയും. പക്ഷെ ഇവനൊരു പ്രത്യേകത, ഇതൊരു അടിമയാണ്. ഈ അടിമന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളെ എത്രത്തോളം അവനെ ട്രെയിൻ ചെയ്ത് റെഡി ആക്കിയോ അവൻ അതിനനുസരിച്ച് കയറിപ്പോകും. എന്തു ചെയ്തരും, എന്ത് പണി ചെയ്തരും. പക്ഷെ എന്താ കുഴപ്പം വെച്ചാൽ നല്ല ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് കൊടുക്കണം, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ പണിയെടുക്കണം, എന്നാലേ കിട്ടും. ഇവന് ഇന്ധനം കൊടുക്കാൻ ആര് വേണം? നമ്മളെ മനസ്സ് വേണം. ഇവങ്ങനെ ഇന്ധനം കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. ഇവൻ എപ്പോഴും ഉണർന്നിരിക്കണം. നമ്മളൊരു വിഷമണ്ടായിട്ട് തലേനും കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ളതല്ല. ഒരു വിഷമണ്ടായിട്ട് നിങ്ങൾ മൈൻഡിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, ബ്രെയിൻ്റെ ഉള്ളിൽ കുറെ സാധനമാണ് കേട്ടോ. നമ്മൾ കുറേ പഠിക്കാണ്ട് ജസ്റ്റ് ബേസ് മാത്രം പറഞ്ഞ് നിങ്ങളോട് പോവാൻ. അത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി പറയാം.
മൈൻഡിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കും. മൈൻഡിന്റെ അവസ്ഥ ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങള് ഭയങ്കര ക്ഷീണത്തിലാണ്. ക്ഷീണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊരു കല്യാണം സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്, തലേ ദിവസം ഉറങ്ങിയിട്ടില്ല, ക്ഷീണിച്ചു വന്ന് നിങ്ങളെ വീട്ടില് നിങ്ങള് ബെഡ്റൂമിൽ കിടന്നുറങ്ങും. ആ സമയത്ത് കിടന്നുറങ്ങാൻ കിടക്കുമ്പോ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നെ ആരും വിളിക്കരുത്, ഞാൻ ഭയങ്കര ക്ഷീണത്തിലാണ്, അതുകൊണ്ട് എന്നെ വിളിക്കരുത്. ഉച്ചക്ക് അപ്പോയോ ആണെന്ന് കരുതിക്കോ, വിളിക്കരുത്. നിങ്ങളെ മക്കളോടോ അല്ലെങ്കിൽ അനിയത്തിയോടോ ആരോടോ അല്ല ഉമ്മാനോടോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കിടന്നു. ഓക്കെ, കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്ന സമയമാണ്, ക്ഷീണമാണ്, നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമാണ്, ശരീരത്തിന് ഭയങ്കര ക്ഷീണമാണ്. അപ്പോ നിങ്ങൾ ശരീരം മനസ്സൊക്കെ ക്ഷീണിച്ച് കിടക്കുക. ആ ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് പോസ്റ്റ്മാൻ വന്നു. പോസ്റ്റ്മാൻ വന്നിട്ട് ബെല്ലടിച്ചു, കോളിംഗ് ബെല്ലടിച്ചു. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾ കിടക്കായതുകൊണ്ട് ചെന്ന് തുറന്ന് നിങ്ങളെ മകനോ മകളോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനിയത്തിയോ അല്ലെങ്കിൽ ഉമ്മയോ ആരെങ്കിലും ആയിക്കോ, കുഴപ്പമില്ല. ചെന്നപ്പോ പറഞ്ഞു അത് നിങ്ങളെ കിട്ടണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കുള്ള രജിസ്റ്റേർഡ് പോസ്റ്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ഉറങ്ങാണ്ട് പറഞ്ഞ കാര്യം നിങ്ങളെ കിട്ടണം, രജിസ്റ്റേർഡ് ആണ്. അപ്പൊ നിങ്ങളെനിക്ക് വരുമ്പോ തന്നെ നിങ്ങൾ ചൂടാവും, ഞാൻ പറഞ്ഞതല്ല എന്നെ വിളിക്കേണ്ടാന്ന്, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കില്ല, എനിക്ക് എന്താണ് ഇങ്ങനെ ചെയ്താലൊക്കെ പറഞ്ഞ നമ്മള് ചിലപ്പോ ദേഷ്യം പറയും, ചിലപ്പോ സാധാരണ പറയും, എന്തായാലും നമ്മളതിനെ കുറെ ഒബ്ജക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് എന്തായാലും എണീറ്റ് പോയിട്ട് അത് ഒപ്പിട്ട് വാങ്ങി നമ്മളെ സ്വാഭാവികമായിട്ടും അതിങ്ങനെ തുറന്നു നോക്കുമ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ എപ്പോഴോ നമ്മൾ എഴുതിയ PSCയുടെ നിങ്ങൾക്കുള്ള ഇന്റർവ്യൂ ലെറ്റർ ആണെങ്കിൽ നിങ്ങളെ ക്ഷീണം എവിടെ ഉണ്ടാവും ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ പിന്നെ ക്ഷീണിച്ച് അവിടെ കിടക്കോ, അതേ കടത്തം കിടക്കോ, അതോ നിങ്ങൾ തുള്ളിച്ചാടും? എന്താണ് അത് സംഭവിച്ച ട്വിസ്റ്റ്? എന്താണ്? നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ എനർജി കയറി, അതോട് കൂടിയിട്ട് നമ്മളെ കംപ്ലീറ്റ്ലി നമ്മളെ ചേഞ്ച് ആയി. ഇതാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത്, മനസ്സിന്റെ പവർ. കാണാൻ സാധിക്കാത്ത, ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാത്ത, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, എന്നാൽ നമ്മളെ മുഴുവനായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു സാധനമാണ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ മൈൻഡ് ആരാണോ മറ്റൊരാൾക്ക് കൊടുത്തത്, മനസ്സിനെ മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ കൊടുത്തത്, അവൻ ജീവിതത്തിൽ എന്നും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ പറഞ്ഞു? നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ഒബ്ജക്ഷൻസ് വരും. അതിന് നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മളുടെ മനസ്സിന് നമ്മൾ അവർക്ക് കൊടുത്തു. ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പറയണേ നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല, നമ്മൾ ജീവിതത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. പെണ്ണാണെങ്കിൽ പ്രത്യേകിച്ച് നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല, നീ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ നീ ഹൈറ്റ് ഇല്ല. ഇത് കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ നമ്മളുടെ മനസ്സിന്റെ നിയന്ത്രണം അവന് കൊടുത്തു എന്നാണ്. ഇതാണ് സംഭവം. അങ്ങനെ ആരൊക്കെ കൊടുത്തോ ഓൻ പരാജയപ്പെടും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് അതിന് വിഷമിച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളുടെ കളറ് നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മളുടെ ഹൈറ്റ് നമ്മൾ ഉണ്ടാക്കിയാണ്? അല്ല, അല്ല, ഇതൊന്നും നമ്മളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല. പക്ഷെ നമ്മളുടെ കഴിവുകളുണ്ട്, അത് ഡെവലപ്പ് ചെയ്താൽ, ആ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്താൽ ഇവർക്കൊക്കെ മുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ദൈവം ഇവിടെ എല്ലാവർക്കും കൊടുത്ത സാധനം, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഹൈറ്റുള്ളവനെന്നോ ഹൈറ്റ് ഇല്ലാത്തവനെന്നോ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ പാസി എന്നോ സിഖ് എന്നോ ഇതൊന്നും വ്യത്യാസം കൊടുക്കാതെ, ഇതൊന്നും വ്യത്യാസം ആണെന്നോ പെണ്ണെന്നൊന്നും വ്യത്യാസം കൊടുക്കാതെ അവരുടെ ഉള്ളിൽ ഫ്രീ ആയി വെറുതെ കൊടുത്ത സാധനത്തിന്റെ പേരാണ് സ്കിൽ. ആരാണോ ഇതിനെ ഡെവലപ്പ് ചെയ്ത് തന്റെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അവൻ ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടേയിരിക്കും. ആരാണോ ഇതിനെ ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് തന്റെ മനസ്സിന്റെയും തന്റെ ബ്രെയിന്റെയും നിയന്ത്രണം കൊടുക്കുന്നത് അവൻ എന്നും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളെ ഏതാ ആവണ്ടേ നമ്മൾ തീരുമാനിക്കണം. നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും തീരുമാനിക്കാൻ പറ്റും. ആർക്കും തീരുമാനിക്കാൻ പറ്റും. പല പ്രശ്നം വരും, പലതും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല പ്രതിസന്ധികളും നമ്മളുടെ മുന്നിലേക്ക് വരും.
നമ്മൾ കരുതുന്നു എങ്ങനെയാണ് ഞാൻ ഇതിനെ ഇനി തരണം ചെയ്യാൻ. തരണം ചെയ്തേ പറ്റൂ. എന്താ റിയാലിറ്റി, അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒറ്റക്കാരുള്ളൂ അതിനെ തരണം ചെയ്തുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതല്ല എന്നും എനിക്ക് ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ള കാരണത്താൽ മരണം വരെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നും ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും, ഇല്ലെങ്കിൽ ഇല്ലാത്തതിനെ നേടിയെടുക്കാൻ അയാൾക്ക് സാധിക്കും. ഇതിന്റെ പേരാണ് സ്കിൽസ്. ഇതിന്റെ പേരാണ് സ്കിൽ എന്ന് പറയുന്നത്. ഈ സാധനത്തിന്റെ പേരാണ് സ്കിൽ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. മനസ്സിന്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കരുത്. നമ്മളുടെ നിയന്ത്രണം നമ്മളുടെ ഉള്ളിലായിരിക്കണം. ആരെന്ത് പറഞ്ഞാലും ഞാനാകുന്നു എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് എന്റേതായ ഗുണങ്ങളുണ്ട്. എന്റെ ദൈവം എനിക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. കുറവുകളുണ്ടെങ്കിൽ ഞാൻ അതിനെ നികത്താൻ വേണ്ടിയിട്ടുള്ള കഴിവുകൾ എന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അത് ഞാൻ ഡെവലപ്പ് ചെയ്ത് അതിനെ ഞാൻ ഉണർത്തിയെടുത്ത് അതിന് ഞാൻ ഉഷാറാക്കിക്കൊണ്ട് ഇവരുടെ ഒക്കെ മുകളിലൂടെ പറക്കുമെന്ന്. നിങ്ങൾ ആലോചിച്ചോക്കി, ലോകത്ത് ഉയരത്തിലേക്ക് എത്തിയ ആളുകൾ മുഴുവൻ ആകാശത്തിലൂടെ അല്ല, ഉയരങ്ങളിലേക്ക് എത്തിയ, ഉയരങ്ങൾ കീഴടക്കിയ, വലിയ വലിയ സ്ഥാനങ്ങൾ കീഴടക്കിയ വലിയ വലിയ പ്രഗത്ഭരായ ആളുകളൊക്കെ നോക്കി, അവർക്കാർക്കും ഭംഗിയില്ലായിരുന്നു. ഒരു ലിമിറ്റഡ് ഭംഗി, എല്ലാവർക്കും ഭംഗിയൊന്നുമില്ലല്ലോ. നിങ്ങൾ നോക്കി, സച്ചിൻ ടെണ്ടുൽക്കർ ഹൈറ്റ് ഇല്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കും ഓരോരുത്തരെ. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാം, അയാളെ കാണാനുള്ള രൂപം എന്തായിരുന്നു? അയാൾ മരണശേഷവും ഇന്നും തിളങ്ങി നിൽക്കുന്ന മനുഷ്യനായി മാറി. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നെൽസൺ മണ്ടേല, കോഫി അന്നാൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നമ്മളെ കാഴ്ചപ്പാടിൽ ഫിസിക്കലി നമ്മൾ കാണുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചത് അവരുടെ സ്കില്ലുകൾ കൊണ്ടാണ്, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. അതുണ്ടെങ്കിൽ രക്ഷപ്പെടാം. അത് ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ എല്ലാം നിങ്ങളെ ഇഷ്ടം. നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ വിജയിക്കണോ ഞാൻ പരാജയപ്പെടണോ. ഞാനല്ല, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കണം. എനിക്ക് വിജയിക്കണം. പലതും വരും, അതിന്റെ മുന്നിൽ മരണം വരും, അതുപോലെ തന്നെ അതിന്റെ മുന്നിൽ പരാജയം വരും, തോൽവി വരും, പലതും വരും. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ മുന്നോട്ട് പോകാനുള്ള ഇന്ധനമാണ് ആ തന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ വൃത്തിയായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് പോകുന്നത് അവൻ ജീവിതത്തിൽ വീണ്ടും വിജയിക്കും. ഇതെല്ലാം നമുക്ക് കിട്ടിയതായിട്ടാണ്. ഒരു പരാജയത്തിൽ നിന്ന് മാത്രമേ നമുക്കൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഒരിക്കലും എപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒന്നും അയാൾക്ക് ഉണ്ടാവില്ല. കാര്യം എപ്പോഴും വിജയിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ പിന്നിൽ എന്നും പരാജയം ഉണ്ടായിരിക്കും. പരാജയം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ എന്തെങ്കിലും കാര്യത്തിൽ തോൽക്കുകയും പരാജയപ്പെടുകയും അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും അതിനെ തിരുത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ വിജയം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഒരു ലോക സത്യം. ഇതില് അടുത്ത സാധനമാണ് ബോഡി. ഈ ബോഡി ഇതനുസരിച്ചിട്ടാണ് നമ്മളെ ബോഡി മസ്കുലാർ സിസ്റ്റം പ്രവർത്തിക്കുക. അപ്പൊ നമ്മള് ഈ മൈൻഡ് നിരന്തരമായിട്ട് ഇതിന് എനർജി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ബ്രെയിൻ ഉണരും, ബ്രെയിൻ എന്ത് ചെയ്യും? നേരെ ബോഡിയിലേക്ക് തീർക്കും. ഈ റൊട്ടേഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ എനർജറ്റിക് ആവുള്ളൂ. അതിന് ഈ മൂന്നിനെയും നമുക്ക് ഒരേ എനർജിയിൽ എന്ത് ചെയ്യാൻ പറ്റണം? അലൈൻ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ, ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏറ്റവും നല്ല വിജയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മൾ എപ്പോഴും ഒരു വണ്ടിക്ക് 4 ടയർ ഉണ്ട്, ഒരു ജീപ്പിന്. ആ 4 ടയറും 4 ഭാഗത്തേക്കാ പോകുന്ന വെച്ചാൽ എന്താ ഉണ്ടാവുക? ഒരു ഓട്ടോറിക്ഷക്ക് 3 ടയർ ഉണ്ട്, 3 ടയർ 3 ഭാഗത്തേക്കാ പോകും. വണ്ടി പോകാൻ പറ്റും, ഒരേപോലെ പോകാൻ പറ്റും, ഒരേ രീതിയിൽ പോകാൻ പറ്റും, ഒരേ റൂട്ടിൽ പോകാൻ പറ്റും. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് യാത്രക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ സഹായിക്കണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെടുത്താണ് എല്ലാം ഉള്ളത്, വേറെ ആരെടുത്തൂല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ നിങ്ങളെടുത്താ. എന്റെ അടുത്തില്ല. എനിക്ക് ആകെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും മാത്രമേ പറ്റൂ. ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്, ബ്രെയിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ മടിയനാണ്. ബ്രെയിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് ബ്രെയിൻ ഇതിപ്പോ നമ്മളെ ബ്രെയിനാണ് എഴുതിക്കൊള്ളു. ഈ ബ്രെയിൻ എന്താ വെച്ചാൽ ഇവിടുന്ന് ബാക്ക് ഭാഗത്തു നിന്ന് ഒരു പുതിയ പാത്ത് വേ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പുതിയൊരു പഠനം ആരംഭിക്കുമ്പോൾ, പുതിയൊരു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അതിൽ ഒരു പുതിയ വഴിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അത് ആരംഭിക്കാൻ. ഇതിങ്ങനെ ആരംഭിച്ചിട്ട്
കുറച്ചിങ്ങനെ എത്തുമ്പോ നമ്മളിപ്പോ റോഡ് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോ റോഡ് ഉണ്ടാക്കുകയാണ്, പുതിയൊരു റോഡ് വെട്ടുകയാണ് ഒരു സ്ഥലത്തേക്ക്. സ്വാഭാവികമായിട്ടും കുറച്ചിങ്ങനെ ദൂരം പോകും, അതിനൊരു പ്രയാസം ഉണ്ടാവും. എന്താ ഏറ്റവും വലിയ പ്രയാസം? കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഒരാൾ പറയും ഇനി ഇന്റെ സ്ഥലം തരില്ല, ഞാൻ എടുക്കാൻ അയക്കൂല, ഇതുവരെ മതി. അപ്പൊ അത് ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യും? തിരിച്ചു പോരുകയാണ്. എന്താ ചെയ്യാൻ തരുന്നില്ല? അല്ല, ആ റോഡ് വെട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ നിരന്തരം വീണ്ടും വീണ്ടും മറ്റേ ആളുകളെ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ട് എങ്ങനെയൊക്കെ വേറൊരാളെ കണ്ടിട്ടായിരിക്കാം, ആരെങ്കിലും പിടിച്ചിട്ടായിരിക്കാം, എന്തെങ്കിലും ചെയ്തിട്ട്, ചിലപ്പോൾ കുറച്ച് കാശ് കൊടുത്തിട്ടായിരിക്കാം, എങ്ങനെങ്കിലും ചെയ്തിട്ട് അയാളെ നമ്മൾ കീഴ്പ്പെടുത്തുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് യാത്ര ആരംഭിക്കാൻ സാധിക്കും. ഇതാണ് സത്യം. ഇതേപോലെയാണ് ഇവിടെ എത്തുമ്പോ ബ്രെയിൻ പറയും ഇത്രയൊക്കെ മതിയടാ, ഇത്രയൊക്കെ മതി, ഇതിലായിരുന്നു ഇനി ആവശ്യമില്ല. അല്ല, ഇത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ വീണ്ടും ഈ യാത്ര തുടരും. ഇതിങ്ങനെ എത്തി ഇവിടെ എത്തുമ്പോഴാണ് ഒരു ന്യൂറോ പാത്ത് വേ സൃഷ്ടിക്കപ്പെടുന്നത്. ആ ന്യൂറോ പാത്ത് വേ ആണ് നമ്മളെ ഒരു ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ, അതിന്റെ താഴേക്ക് പിന്നെ നമ്മൾ ഇറങ്ങൂല. അതിന്റെ മുകളിലേക്ക് പിന്നെ കയറണമെങ്കിൽ വീണ്ടും അടുത്ത സാധനം പഠിച്ചെടുത്തിട്ട് അടുത്ത പ്രവർത്തനത്തിലൂടെ നമുക്ക് വീണ്ടും ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് നമ്മളുടെ ബ്രെയിനെ നിരന്തരമായിട്ട് ട്രാക്ക് ചെയ്തിട്ട് ഏറ്റവും മികച്ചതാക്കി മാറ്റുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ഏറ്റവും മികച്ച വേർഷൻ പുറത്തേക്ക് വരും, ഏറ്റവും പെർഫോമൻസ് ഉള്ള ആളായിട്ട് മാറും. ആ പെർഫോമൻസ് ഉണ്ടാവുമ്പോൾ നമുക്കൊരു വാല്യൂ ഉണ്ടാവും, നമുക്കൊരു വാല്യൂ മാർക്കറ്റിൽ സൃഷ്ടിക്കപ്പെടും. ആ വാല്യൂ ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും അംഗീകരിക്കും. നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു കോൺഫിഡൻസ് മുന്നിലുണ്ടാവും. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പഠിക്കും. കാശ് വേണമെന്നൊന്നുമില്ല, ഇതുണ്ടായാൽ തന്നെ സാധനം വരണുള്ളൂ. ഇത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. അപ്പൊ ഇതുവരെ നമുക്ക് എന്താണോ നേടാൻ പറ്റാതിരുന്നത് അതിന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മളുടെ ഉള്ളിൽ എല്ലോ ഉണ്ട്, എപ്പോഴോ ഉണ്ട്, ചെറുപ്പം മുതലേ ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ, ഞാനിപ്പോ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട 3 നിബന്ധനകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യത്തിന്റെ പേരാണ് നോളജ്. അറിവുണ്ടായിരിക്കണം. എന്താണ് അറിവ്? അറിവ് എങ്ങനെ കിട്ടുക? അറിവ് എന്താണ്? അറിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അത് എവിടുന്നാ കിട്ടുക? നമ്മൾ ക്ലാസ്സുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ അതിലേക്ക് എത്തേണ്ട അറിവുകൾ നമ്മൾ സംഭരിച്ചുകൊണ്ട് പോകണം. നിരന്തരമായിട്ട് കേൾക്കണം, നിരന്തരമായിട്ട് വായിക്കണം, നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ അറിവനുസരിച്ചുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അറിവനുസരിച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. സ്കില്ല് എന്നാൽ കഴിവ് ഡെവലപ്പ് ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പിന്നെ അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ, അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കണം. നമുക്ക് ഡീപ് ഡിസയർ ഉണ്ട്, അല്ല ഉള്ളിലുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനം ഉണ്ടായിരിക്കും. മോഹല്ല, ആഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പോ ഒരു സ്കില്ല്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മളൊരു അറിവുണ്ടായി, നമുക്കൊരു കേക്ക് ഉണ്ടാക്കണം. അപ്പൊ ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കുക? കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എടുത്തോ കേട്ടിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ടൊക്കെ നമ്മൾ എന്തുണ്ടാക്കും? നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. ഓക്കെ, അങ്ങനെ പഠിച്ചത് പുസ്തകത്തിൽ മാത്രമാണ്. നമുക്ക് പുസ്തകത്തിൽ മാത്രമുള്ള നമ്മളെ കേക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പൊ അത് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുമ്പോഴേ നമ്മളെ സ്കില്ല് ഡെവലപ്പ് ആവുള്ളൂ. അതിൽ നല്ല മിസ്റ്റേക്ക് ഒക്കെ വരും. അത് വീണ്ടും പഠിക്കണം. എന്നിട്ട് വീണ്ടും ആ മിസ്റ്റേക്ക് തീർക്കാനുള്ളത് റെഡിയാക്കണം. ആദ്യത്തെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കട്ടിയൊക്കെയാണ്. പിന്നത്തെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നും റെഡി ആവണമെങ്കിൽ എന്തുകൊണ്ട് കട്ടി ഉണ്ടായി, ഇതാണ് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞാലോ ഒരാഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് ഏറ്റവും മികച്ചതായിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടെങ്കിലേ സംഭവം നേടാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നേടാൻ കഴിയില്ല. നമ്മള് ശരിക്കും ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതിൽ ആർക്കൊക്കെ സ്വിമ്മിങ് അറിയാം, നീന്താൻ അറിയാം? ഒന്ന് കൈ നോക്കിയാലേ. നീന്താൻ അറിയുന്ന ആൾക്കാർ ആരൊക്കെയല്ലേ? ഞാൻ റേസ് ചെയ്താൽ ആർക്കും അറിയില്ല. ആർക്കും അറിയില്ല. ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ നമ്മള് അറിയില്ല. ഓക്കെ, സാറില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നമ്മള് ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും നീന്താൻ അറിയില്ല. പക്ഷെ ഇതിൽ 2 പേർക്ക് നീന്താൻ അറിയാം. അപ്പൊ നമ്മളൊരു പരീക്ഷ വെക്കണം, എക്സാം വെക്കണം. എന്താണ് എക്സാം? ഇവിടെ സ്വിമ്മിങ് അറിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്വിമ്മിങ് അറിയാത്ത ആളുകൾക്കും ഒരു എക്സാം ആണ്, തിയറി എക്സാം ആണ്. അവിടെ എന്താണ് സ്വിമ്മിങ്, എങ്ങനെയാണ് സ്വിമ്മിങ് എന്നുള്ളത് 20 മാർക്കിന്റെ എസ്സേ എഴുതണം. അപ്പോ എല്ലാവരും എഴുതി. പക്ഷേ
2 പേർക്ക് മാത്രം ഒരു 15 മാർക്കുള്ളൂ. അത് ആ 2 പേർക്കും നീന്താൻ അറിയാം പ്രാക്ടിക്കലി. മറ്റേ ആളുകൾക്കൊക്കെ എന്തുണ്ട്, 20-ൽ 20 ഉണ്ട്. അപ്പൊ ഇവർക്കുള്ള അടുത്ത പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 ആൾക്കാരെക്കുള്ള പെർമിഷൻ ഇല്ല. ഈ മാർക്ക് കിട്ടിയ ആൾക്കാർക്കൊക്കെ ഉള്ള അവസരം എന്താ വെച്ചാൽ, അപ്പുറത്ത് കാണുന്ന ഒരു കുളത്തിൽ ഇവരെ കൊണ്ടിടും. ആ കുളത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇവര് എഴുതിയതനുസരിച്ച് ഇവർക്ക് നീന്താം. മാർക്ക് കിട്ടിയതുകൊണ്ട് നീന്താം. അപ്പൊ എന്താ ഉണ്ടാവുക, അവർക്ക് എന്താ അറിയില്ല, നീന്താൻ അറിയില്ല, നീന്താൻ എഴുതാൻ അറിയില്ല. സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക, അതോട് കൂടിയിട്ട് നമ്മൾ നീന്താനുള്ള മാർക്ക് പോകും അല്ലേ? ഇതേപോലെയാണ് നമ്മൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുത്താലേ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവരും 100% പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കഴിയുന്ന ആളുകളെല്ലാം എപ്പോഴും വീഡിയോയിൽ വരിക. കാരണം നിങ്ങളെ ഞാൻ എന്റെ റൂമിൽ ആരുമില്ല, ഞാൻ ഈ സ്റ്റുഡിയോയിലാണുള്ളത്, ആരുമില്ല, ഈ ക്യാമറ മാത്രമേ എന്റെ മുന്നിലുള്ളൂ. അപ്പോ നിങ്ങൾ വീഡിയോയിൽ വരുമ്പോഴാണ് എന്റെ എനർജി ഉണ്ടാവുക. എനിക്ക് മുന്നിൽ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഫിസിക്കലി ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ അതായത് റെഗുലർ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ എനർജറ്റിക് ആവും. കാരണം ചവരിന്റെ മുന്നിൽ ഉണ്ടാവും, റെസ്പോൺസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ മുന്നിലേക്ക് എന്റെ എനർജി നശിച്ചുകൊണ്ടിരിക്കും. എന്റെ എനർജി നശിക്കുമ്പോൾ എന്താ വെച്ചാൽ എന്റെ ക്ലാസ് എത്രത്തോളം നിങ്ങൾക്ക് ഡെപ്തിൽ കിട്ടണോ അത്രത്തോളം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളാം എന്നില്ല. എന്റെ കയ്യിൽ പുസ്തകമോ ഒന്നുമില്ല. എന്റെ കയ്യിൽ ഞാൻ എവിടെ നോക്കിയിട്ട് പ്രസന്റേഷൻ ഒന്നും നോക്കിയിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ എന്റെ എക്സ്പീരിയൻസും സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളമാണോ നിങ്ങൾ ഇതിൽ സ്ക്രീനിൽ വരുന്നത് അതനുസരിച്ച് അതും ഇതിന്റെ ഒരു 100% പാർട്ടിസിപ്പേഷൻ ആണ്. ചിലപ്പോ ഒരു നിവൃത്തിയില്ലാത്തവരുണ്ടാവും. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും അങ്ങനെ പോട്ടെ. ബാക്കിയുള്ള ആളുകൾ, മാക്സിമം ആളുകൾ, ഞാൻ എപ്പോഴും മുഴുവൻ ആളുകൾ വരണം എന്നാണ് ഞാൻ പറയാ. മാക്സിമം ആളുകൾ എന്ത് ചെയ്യണം, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്കും തന്നെ അവിടെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. നിങ്ങളും പല പണിയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയം മുഴുവനായിട്ട് ചെലവാക്കുന്നില്ല എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി ചെലവാക്കി മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. പിന്നെ നമ്മളെ കോഴ്സ് ആദ്യം പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംശയം ഉണ്ടാവും. ഇന്നിപ്പോ ഞാൻ തിയറിറ്റിക്കലി ഇത്രേ പറഞ്ഞുള്ളൂ. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് നമുക്ക് വിജ്ഞാനം ഉണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ നമുക്ക് അതനുസരിച്ചിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. മൂന്നാമത്തെ നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. ബാക്കി ഒരു മനുഷ്യന് മൂന്ന് പാർട്ടാണ്. ഒന്ന് ബ്രെയിൻ ആണ്, ഒന്ന് മൈൻഡ് ആണ്, ഒന്ന് ബോഡി മസ്കുലർ സിസ്റ്റം ആണ്. ബ്രെയിൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിമയാണ്, ശരീരത്തിന്റെ അടിമയാണ്. അതുകൊണ്ട് തന്നെ ഉടമയെ രക്ഷിക്കുക എന്നുള്ള രീതിയിൽ ബ്രെയിൻ എപ്പോഴും നമ്മളെ കംഫർട്ട് സോണിലേക്കാണ് കൊണ്ടുപോവുക. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പുതിയ റീവയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആ പണി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഉയരങ്ങളിലേക്ക് കീഴടക്കാൻ സാധിക്കൂല. അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിനെല്ലാം എനർജി തരുന്ന ആള് നമ്മളുടെ മൈൻഡാണ്. അപ്പൊ ആ മൈൻഡിന്റെ നിയന്ത്രണം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന പണി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ പുതിയൊരു വേർഷൻ നമ്മളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. അങ്ങനെ ഈ 3നെയും, അതായത് ബ്രെയിനിനെയും മൈൻഡിനെയും ബോഡി മസ്കുലാർ സിസ്റ്റത്തിനെയും നിങ്ങൾ ഒരേപോലെ എനർജിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിജയമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞതിന്റെ മൊത്തത്തിലുള്ള കാര്യം. ഓക്കെ, ഇതിലെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി നമുക്കുള്ള ഇതുവരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് CC എന്ന് ടൈപ്പ് ചെയ്യാം, ക്രിസ്റ്റൽ ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, സമയം തരാം. CC എന്ന് ടൈപ്പ് ചെയ്യാം, CC, ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അടുത്ത സെഷനാണ്. അടുത്ത സെഷൻ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് എന്താ വെച്ചാൽ ഈ കോഴ്സ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, ഞാൻ ഈ കോഴ്സ് ചെയ്തിട്ട് എന്താ ഇനിയിപ്പോ ആവുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപാടുള്ള ആളുകൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൊണ്ടുവന്ന് തരും. അതിനുള്ള മറുപടി പറയാനേ. 2001 മുതൽ ഞാൻ ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് അന്ന് മുതലേ എന്റെ പണി ഈ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ആണ്. പക്ഷെ അന്നൊന്നും ഈ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉണ്ടായത് തീർച്ചയായിട്ടും ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമാണ്. ഓപ്പർച്യൂണിറ്റീസ് കൂടിയതും ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം മാത്രമാണ്. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കോഴ്സ് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പ്രൊഫഷണലി നിങ്ങൾ പോകുന്ന ആളുകൾക്കല്ല ഞാൻ പറയുന്നത്, MBBS അതിനൊന്നും പോകുന്ന ആളുകളല്ല ഞാൻ പറയുന്നത്. ഇനി അതാണെങ്കിൽ പോലും ഞാൻ പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കോഴ്സാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ, PG ഡിപ്ലോമ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് തന്നെയാണ്. 360 ഡിഗ്രിയിൽ നിങ്ങൾക്ക് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് തന്നെയാണ്. പക്ഷെ ഒരു കോഴ്സ് എടുത്തത് കൊണ്ടോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായത് കൊണ്ടോ മാത്രം നമ്മൾ രക്ഷപ്പെടില്ല. നമ്മളുടെ ഉള്ളിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മളിൽ എന്നാണോ നമ്മൾ മാറ്റം ഉണ്ടാക്കുന്നത് അന്ന് മുതലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ രക്ഷപ്പെടാത്തതിന്റെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പ്രയാസങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ മറ്റാരുമല്ല, നമ്മൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് തന്ന ഈ 100 ബില്യൺ ന്യൂറോണുകളുടെ 1% പോലും നമ്മൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഗതി വരില്ലായിരുന്നു. അപ്പൊ ഇനി അത് കഴിഞ്ഞ കാര്യമാണ്, അതിനാലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചായിരുന്നിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ ആകാശത്തിന്റെ ഉയരങ്ങൾ കീഴടക്കുന്നതും മനുഷ്യനാണ്, കടലിന്റെ ആഴങ്ങളിൽ പോയി മുത്തുകളും പവിഴങ്ങളും വാരുന്നതും മനുഷ്യനാണ്, എല്ലാം ചെയ്യുന്നതും മനുഷ്യനാണ്. മനുഷ്യനാണ് ഇവിടെ ഏറ്റവും വലിയ ജീവിയായ, നമ്മൾ കാണുമ്പോൾ ഏറ്റവും വലിയ ജീവിയായ ആനനെ പോലും നിയന്ത്രിക്കുന്ന ഒരു കുറിയവനായ ചെറിയ മനുഷ്യനാണ്. അപ്പോ അത്രയും കഴിവുള്ള ആളാണ് മനുഷ്യൻ. അതായത് ഞാനും നിങ്ങളും ഇതിനെ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇത് നേടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഏറ്റവും മികച്ച കോഴ്സ് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് കോഴ്സാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ മേലെ 2 കോഴ്സുകൾ ഉണ്ട്. പക്ഷെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുള്ളൂ. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഇറ്റ്സ് ഓക്കെ. അതനുസരിച്ചുള്ള ജോബ് നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. എങ്ങനെയാണ് ജോലി കിട്ടുക? അടുത്ത കൺഫ്യൂഷൻ ആണ്, ജോലി ആരെങ്കിലും തരുമോ? തീർച്ചയായിട്ടും ജോലി ആർക്കും തരാൻ സാധിക്കില്ല. കാരണം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ജോലി ഇവിടെ ഷുവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയും ഇനി നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, പഠിക്കൊന്നും വേണ്ട, ജോലി അവിടെ തരൂലേ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ബ്രെയിൻ നമ്മളുടെ അടിമയാണ്. അപ്പോൾ എപ്പോഴും നമ്മളോട് പണിയെടുക്കാൻ നമ്മൾ സമ്മതിക്കൂല, നമ്മളെ പഠിക്കൂല, നമ്മൾ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളതാണ്, ആരും കൊണ്ടുവന്ന് തരാനുള്ളതല്ല. അതുകൊണ്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ പരിശ്രമിച്ചോളി. ജോലി നിങ്ങൾക്ക് കിട്ടും, 100% ഷുവറാണ്. ജോലി എന്തായാലും കിട്ടും. അതിന്റെ എല്ലാ ഹെൽപ്പുകളും IT അക്കാഡമി ചെയ്തുതരും. ഡോറ് വരെ എത്തിച്ചു തരാൻ എങ്ങനെയാണ് നിങ്ങളുടെ CV ഉണ്ടാക്കേണ്ടതെന്നും ഏറ്റവും മികച്ച CV എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും എങ്ങനെയാണ് ജോബിന് പോയി അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്നും ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ എന്താണെന്നും ഇങ്ങനെ എല്ലാ പരിപാടികളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പക്ഷെ അവിടെ ജോലി കയറി പറ്റേണ്ടത് നിങ്ങളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കാണിച്ചു തരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ജോലി എന്ന് പറയുന്നത്, ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പെർഫോമൻസ് ആണ് അതിന്റെ ഏറ്റവും വലിയ കാരണം. പെർഫോമൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ അടിത്തട്ടിലുള്ള ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളുടെ ഉള്ളിൽ കുമിഞ്ഞു കൂടിയിട്ടുള്ള പല നെഗറ്റീവ് ചിന്താഗതികളും പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ മേലെ എന്തെങ്കിലും ബിൽഡിംഗ് കെട്ടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ അടിത്തട്ടിലുള്ള പ്രോബ്ലങ്ങൾ ഒഴിവാക്കൽ ഇന്ന് നിങ്ങൾ ആരംഭിക്കണം. എന്ത് പ്രശ്നങ്ങളുടെയും അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ നിങ്ങൾ പഠിക്കണം. തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ ഡൗട്ടാണ് അടുത്തത് ഉണ്ടാവുക. സർട്ടിഫിക്കറ്റിന്റെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും, ഞാൻ ഗൾഫിൽ പോകാനുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് വാല്യൂ ഉണ്ടാവും. ഇന്നത്തെ നിയമപ്രകാരം നിയമം നാളെ ഓരോ രാജ്യത്ത് മാറുമെന്ന് നമുക്കറിയില്ല, ഇന്ത്യയിലും മാറുമെന്ന് അറിയില്ല. ഇന്നത്തെ നിയമപ്രകാരം നമ്മൾ തരുന്ന സർട്ടിഫിക്കറ്റ് ഈ ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ കിട്ടും. ഏത് എംബസിന്റെ അറ്റസ്റ്റേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ആ അറ്റസ്റ്റേഷൻ കിട്ടുമ്പോൾ ആ രാജ്യത്തിന്റെ അവിടെ കിട്ടിയിട്ട് പോകുമ്പോൾ ആ രാജ്യത്തിലുള്ള നിബന്ധനകൾ നിങ്ങൾ പാലിക്കേണ്ടി വരും. ഓരോ രാജ്യത്തിനും ഓരോന്നാണ്, അത് നമുക്കറിയില്ല. അതിന്റെ സംഭവങ്ങൾ മുഴുവനായിട്ട് എല്ലാം പറയാൻ നമുക്ക് സാധിക്കില്ല. പല രാജ്യത്തും പല പോലെയാണ്. ഇപ്പൊ നമ്മളുടെ കുട്ടികൾ സൗദി അറേബ്യയിലും ദുബൈയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളുടെ മുന്നേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ കുട്ടികളാണ്. അവർ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുന്നേ വരെ എന്നെ മെസ്സേജ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്ന കുട്ടികളെ, സാറേ നമ്മുടെ ജോലി സെറ്റ് ആയിട്ടുണ്ട്, വിസ അടിച്ചിട്ടില്ല, വിസ അടിച്ചതിന് ശേഷം ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളുടെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളെ കൂടെ അല്ല ഞങ്ങളുള്ളത്, നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ വിജയിക്കണം എന്ന് അതിയായ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വിജയിച്ചാലേ ഞങ്ങൾ വിജയിക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് മെനക്കെടുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അടുത്ത എന്താ നസീബ എന്തെങ്കിലും പറയണ്ടോ? നോട്ട്സിന്റെ കാര്യമുണ്ട് സാർ. നോട്ട് എന്താ കാരണം വെച്ചാല് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
കാരണം നമ്മൾ ആക്റ്റീവ് ലിസണിങ് ഉണ്ട്, നമ്മൾ പാസീവ് ലിസണിങ് ഉണ്ട്. ആക്റ്റീവ് ലിസണർ ആവുമ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിനെ ഉണർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ് ആക്റ്റീവ് ലിസണിങ്. പാസീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കേൾക്കുന്നു, അത് കേട്ടതിന് അല്ലെങ്കിൽ ഒരു പ്രിന്റ് എടുത്ത് വെക്കുന്നു, ഇതിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഓരോ വാക്കുകളും നിങ്ങളുടെ ഉള്ളിൽ അതിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് പണ്ട് ഇത് നമുക്ക് എന്താണെന്ന് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് നമ്മളെ ജീവിതം സത്യത്തിൽ പല പ്രശ്നത്തിലും പെടാനുള്ള പലതും നമുക്ക് നേടിയെടുക്കാൻ കാരണം. എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ അത് എന്താണത്, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വൈ, എന്തുകൊണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് ഹൗ, എങ്ങനെ. ഈ 3 ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ കണ്ടെത്തുകയാണെങ്കിൽ എല്ലാ പ്രോബ്ലത്തിനും നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും, ഏത് കാര്യത്തെ കുറിച്ചിട്ടാണെങ്കിൽ. അപ്പൊ ഇത് നമ്മൾ പഠിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് പ്രിന്റ് ചെയ്ത് തരാനോ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനോ ഈസി മെത്തേഡാണ്. പക്ഷെ ആ ഈസി മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾ അതിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കൂല ഞങ്ങൾക്കറിയാം. അപ്പൊ നമ്മൾ പണ്ട് നമുക്ക് ഇമ്പോസിറ്റ് തന്നു, ആ ഇമ്പോസിറ്റ് തന്ന സമയത്ത് നമ്മളോട് ഇപ്പൊ ഉദാഹരണമായിട്ട് ആപ്പിൾ ആണ് തന്നത് എങ്കിൽ അന്ന് ടീച്ചർ പറഞ്ഞു ആപ്പിൾ 100 പ്രാവശ്യങ്ങൾ എഴുതി കൊണ്ടുവരണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയില്ല, ടീച്ചർ പറഞ്ഞു തന്നൊന്നും ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്തു, വേഗം എഴുതാനുള്ള പണിക്ക് എന്നിട്ടു പി 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 എന്നിട്ടു ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ട് നമ്മൾ ആപ്പിൾ മുഴുവനാക്കി 100 പ്രാവശ്യം. പക്ഷെ അന്ന് ടീച്ചർ പറയുകയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടിയാണ്, തെറ്റിയതിന്റെ പേരിലല്ല, അത് നിങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണ്. ഈ ഇമ്പോസിഷൻ എഴുതുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഇനി ആപ്പിളിന്റെ സ്പെല്ലിംഗ് മറക്കൂല, അതിനും കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞ് അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് നമ്മൾ ആ ഇമ്പോസിഷൻ എഴുതിയത് നമുക്ക് ഇന്നും ഒരുപാട് ഉപകാരപ്പെട്ടിരുന്നു. പക്ഷെ അത് വെറും പേപ്പറിൽ നമ്മൾ എഴുതലും ടീച്ചറോടുള്ള ദേഷ്യവും മാത്രമായി നമുക്ക് പോയത് ഈ കാരണത്താലാണ്. അപ്പൊ അതുകൊണ്ട് IT അക്കാഡമി സംതിങ് ഡിഫറെന്റ് ആണ്. നമ്മളെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എത്ര ചോദിച്ചാലും ടീച്ചേഴ്സ് പറഞ്ഞുതരും, ഒരു കുഴപ്പമില്ല. അർത്ഥം മനസ്സിലായില്ല, അർത്ഥം പറഞ്ഞുതരും. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞുതരും, അതൊന്നും പ്രശ്നമില്ല. പേഴ്സണലി കോൺടാക്ട് ചെയ്ത ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞുതരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഒരു പറഞ്ഞുതരും. അതിനെ പറ്റി നിങ്ങൾ പേടിക്കണ്ട. വളരെ കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ട് നമ്മളെ കോഴ്സ് പോകുന്നത്, അല്ലാതെ ഈസി വേ, ഒരു എളുപ്പ മാർഗത്തിൽ ഒരാൾക്കും വിജയം ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, വിജയത്തിന് കുറുക്ക് വഴികളില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം എളുപ്പത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കില്ല. അങ്ങനെ ആരും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കും സാധിക്കില്ല, നിങ്ങൾക്കും സാധിക്കില്ല. ഏറ്റവും നന്നായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ മികച്ച് പഠിക്കുക, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ജോലിയും ചെയ്യാൻ പറ്റും എന്നുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ലോ ഇല്ല, ഇനിയില്ല. ഇല്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വീണ്ടും ഒരു CC ടൈപ്പ് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ യെസ്. ഇനി എനിക്ക് നിങ്ങളെ അറിയില്ല എങ്കിലും നമുക്കൊന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓരോരുത്തരെ അൺമ്യൂട്ട് ചെയ്യാൻ മെസ്സേജ് വരും. ഇനി നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് സംസാരിക്കാം. ജസ്റ്റ് നിങ്ങളുടെ പേര്, സ്ഥലം, എന്ത് കഴിഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് സംസാരിക്കാം, അത്ര മാത്രം. ഇനി അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ആയി തരാം. ഡോണ്ട് വറി. രേഷ്മ. ഹലോ. യെസ് യെസ്, രേഷ്മ പറഞ്ഞു. സാർ, എൻ്റെ പേര് രേഷ്മ. ഞാൻ ഹരിപ്പാട്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. ഹരിപ്പാട്, ആലപ്പുഴ. ആലപ്പുഴ. അതെ. ഓക്കെ. ഡിഗ്രി കഴിഞ്ഞതാണ്. വെരി ഗുഡ്. വീട്ടിലാരല്ലേ? വീട്ടില് അച്ഛനമ്മ, പിന്നെ അച്ഛാമ്മയുണ്ട്. ഞങ്ങൾ 3 പേരാണ്. ഓക്കെ. മാരീഡ് ആണോ? അല്ല, ഞാൻ മാരീഡ് ആണ്. കുട്ടികളുണ്ടോ? ഇല്ല, ഞാൻ റീസെന്റ് മാരീഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഹസ്ബൻഡ് എവിടെ? പുറത്താണോ ഇവിടെ ആണോ? ഹസ്ബൻഡ് കോയമ്പത്തൂരാണ് ജോലി. കോയമ്പത്തൂരാണ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ചെയ്യാനുണ്ടോ? ഇല്ല, മനസ്സിലായി. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഗുഡ്. അടുത്ത ആൾ റാബിയ. പേര് റാബിയ എന്നാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്.
ഗുഡ്. പിന്നെ 10th കഴിഞ്ഞതാണ്. 10th കഴിഞ്ഞിട്ട് നേരെ ഖുറാൻ പഠിക്കാൻ പോയതാണ്. ഓക്കെ. പിന്നെ അതുകൊണ്ട് +2 ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പ്ലസ് ടു നമുക്ക് +2 റാബിയ നമുക്ക് എഴുതിയെടുക്കണം കേട്ടോ. പ്ലസ് ടു നമ്മള് എന്തായാലും എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ. +2 ഇപ്പോഴൊക്കെ എഴുതിയെടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. +2 എന്തായാലും എഴുതിയെടുക്കണം കേട്ടോ നമ്മളെ. ഓക്കെ. അല്ലെങ്കിൽ നമ്മള് ഒന്നും അല്ലാതായി മാറിപ്പോവാ. ഖുറാൻ മോശം ഉണ്ടല്ലോ, ഖുറാൻ നല്ലതാണ്, അതിലൊന്നും സംശയമില്ല. ഹാഫിലാണോ? ഫുൾ ഹാഫിലാണോ? ഹാഫിലാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ അതൊക്കെ +2 എന്ത് ചെയ്യാ, അതിനെ കൂടെ എഴുതിയിരിക്കണം കേട്ടോ. ഞാനിപ്പം PPT ചെയ്യുന്നുണ്ട്. പ്രീ പ്രൈമറി മോണ്ടിസറി കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ കോഴ്സ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏതില് നമുക്ക് പറഞ്ഞോ. ഓക്കെ. അപ്പൊ ഏതിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ 2 കോഴ്സ് ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചതാണ്. പിന്നെ അതിന്റെ കൂടെ +2 ചെയ്യണമെന്നുണ്ട്. പിന്നെ മാരീഡ് ആണ്. 19 വയസ്സില് മാരീഡ് ആയി. 22ാം വയസ്സിൽ 2 കുട്ടികളുടെ ഉമ്മയായി. അപ്പൊ അതെല്ലാം കൊണ്ട് കുറച്ചൊരു ടഫ് ലൈഫിലൂടെയാ പോകുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് വേണമെന്നുള്ള ആ ഒരു ഇതിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ UAE-ലാണ്, ഇപ്പൊ നാട്ടിലാണ് ഉള്ളത്. തേഴ്സ്ഡേ UAE-ലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ മോണ്ടിസോറി പ്രീ പ്രൈമറി എവിടെ ചെയ്യുന്നത്? ഓൺലൈൻ തന്നെ? മാസ്റ്റർ അക്കാദമി. ഓൺലൈൻ തന്നെ? അതെ. ഓക്കെ. അപ്പൊ നമ്മള് എന്തായാലും +2 എഴുതിയിരിക്കുക കേട്ടോ. +2 എഴുതിയിരിക്കുക. 2 കുട്ടികളെ ഉമ്മായിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി 3 കുട്ടികളെ ഉമ്മായിലും 2 കുട്ടികളെ ഉമ്മായിലൊന്നും കുഴപ്പമില്ല. അതിലൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. ചെറിയ കുട്ടികളായതുകൊണ്ട് അതിന്റേതായ കുറച്ച് റിസ്ക് ഉണ്ട്. കുഴപ്പമില്ല, ശരിയായിക്കോളും. എന്തായാലും പഠിച്ചിരിക്കുക. എന്ത് ചെയ്യാറിയോ, ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി +2 അപ്ലൈ ചെയ്താൽ മതി. എല്ലാം കൂടെ ലോഡ് ആയി കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്ക് എല്ലാം കൂടെ ആവുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അപ്പൊ പിന്നെ ഡിസ്കണ്ടിന്യൂ ആയി പോകും. അതുകൊണ്ട് +2 എന്തായാലും എഴുതിയെടുക്കണം. അത് മനസ്സിൽ വെക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട. ഇനി ഇപ്പൊ തന്നെ ഓൾറെഡി അത്യാവശ്യം ലോഡ് ഉണ്ടെന്ന് ഞാൻ തോന്നുന്നു. എനിക്ക് കുട്ടികളുണ്ട്, പിന്നെ വീട്ടിലെ ഒരു ലോഡും, പിന്നെ അതിന് പുറമെ ക്ലാസ്സും എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് എക്സാം എല്ലാം കൂടെ വരുമ്പോ ഇതിപ്പോ 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട് തീരൂലേ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം +2 ചെയ്താൽ കേട്ടോ. ഓക്കെ. യെസ്. പറഞ്ഞ മനസ്സിലായില്ലേ? കാസർഗോഡ് ആയതുകൊണ്ട് ഭാഷ മനസ്സിലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ക്ലിയർ അല്ലേ? ഓക്കെ. അല്ല, കാസർഗോഡിന് വേറെ കുട്ടികൾ നമ്മുടെ അടുത്തുണ്ട്. പ്രീ പ്രൈമറി ഒക്കെ പഠിച്ച കുട്ടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ മുബഷിർ എന്ന കുട്ടി ഉണ്ടായിരുന്നു. അതേപോലെ വേറെ കുറെ കുട്ടികൾ വന്നിട്ടുണ്ട് പല കോഴ്സും പഠിച്ചിട്ട്. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളെ ഭാഷ? ലാംഗ്വേജ് കുഴപ്പമില്ല. ഞാനിപ്പോ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് മദ്രസ എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ സ്റ്റേറ്റിലത്തെ കുട്ടികളാണ് ഉള്ളത്. അപ്പൊ ലാംഗ്വേജ് അത്ര പ്രശ്നമില്ല. ഓക്കെ, തീർച്ചയായും. വെരി ഗുഡ്. യെസ്. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ. ക്ലാസ് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അടുത്താലോ? മാജിദ. ഞാൻ ആനിക്കത്തുനിന്നാണ് വരുന്നത്. +2 പാസ്സായതാണ്. പിന്നെ +2 കഴിഞ്ഞ കല്യാണം കഴിപ്പിച്ചു. പിന്നെ ഒന്നും പോകാനൊന്നും പറ്റില്ല. ഇപ്പൊ ഒരു ചെറിയ കുട്ടിയുണ്ട്. ചോദിച്ചപ്പോ ഒരയച്ചു. അപ്പൊ അങ്ങനെ അവിടെ ചേർന്നു. വീട്ടിലാരുള്ള വേറെ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നത്? ഹസ്ബൻഡ് വിദേശത്താണ്. ഓക്കെ. ഗുഡ്. പറഞ്ഞൊക്കെ ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ക്ലാസ് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായി. അടുത്ത അസ്ലഹ. മലപ്പുറത്ത് തന്നെയാണ്, കന്നിപ്പല. ഡിഗ്രി കഴിഞ്ഞതാണ്. PG ചെയ്യാൻ പറ്റുന്നില്ല. നല്ലോ വേണം. പിന്നെ PG ചെയ്യാനായിരുന്നു ആഗ്രഹം. പക്ഷെ PG ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓൺലൈനായിട്ട് വന്നെടുക്കാം. ഉണ്ടല്ലോ ഓക്കെ.
പറ്റാത്തത് നോക്കണ്ട. ആദ്യം കയ്യാത്തിനെ കുറിച്ച് കഴിഞ്ഞാൽ ഇനി കഴിയും. ഓക്കെ, അത് കിട്ടാത്തിനെ കുറിച്ചൊന്നും സങ്കടപ്പെട്ടൊരു കാര്യമൊന്നുമില്ല. നമ്മൾ ഇനി നേടിയെടുക്കലാണ് ബാക്കിയൊക്കെ. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലാസ് ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, അടുത്താള്. ഓക്കെ, അടുത്താള്. ലിയ. എന്റെ പേര് ലിയ. ഉം. ഞാൻ ഗുരുവായൂരിന്നാണ്. പിന്നെ ഡിഗ്രി ലിയനെ കാണാൻ പറ്റൂല? കാണാൻ പറ്റുമോ? ഏ? കാണാൻ പറ്റുമോ? വീഡിയോ ഓണാക്കാൻ പറ്റുമോ ചോദിച്ചാ? വീഡിയോ ഓക്കെ, ഗുഡ്. വെരി ഗുഡ്. പറ. എന്റെ പേര് ലിയ. ഞാൻ ഗുരുവായൂരിന്നാണ്. പിന്നെ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ മാരീഡ് ഇല്ല. പറഞ്ഞോ. PSC കോച്ചിങ് പഠിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഇതും ചെയ്യാന്ന് വെച്ചു. ഓക്കെ, വേറെ വീട്ടിലാരല്ലേ? വീട്ടില് ഉമ്മയും ഉപ്പയും ഞാനും തന്നെ ഉള്ളു. ഒരു മോളല്ലോ? ഒരു മോൾ. ഓക്കെ, ഗുഡ്. പറഞ്ഞൊക്കെ മനസ്സിലായി നമ്മളെ? മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളെല്ലാരും എന്താ വെച്ചാൽ ഏതെങ്കിലും സമയമൊക്കെ കിട്ടിയ നിങ്ങൾ മലപ്പുറത്ത് വരുമ്പോ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണേ. വേറൊരു ഓൺലൈനിൽ മാത്രം കണ്ടാൽ പോരാ. എന്തെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അടുത്തൊക്കെ വരണം കേട്ടോ. അതൊക്കെ ഒരു നമ്മളൊരു എനർജി കൂട്ടുന്ന സാധനമല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അടുത്താളെ. ശില്പ. ശില്പ റിക്വസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ. എന്റെ പേര് ശില്പ. മാരീഡ് ആണ്. ഒരു മോനുണ്ട്. പിന്നെ +2 കഴിഞ്ഞു. ഇപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല. സ്ഥലം പറഞ്ഞില്ല. ചെറുതുരുത്തി കലാമണ്ഡലം. ചെറുതുരുത്തി. ഓക്കെ, ഷൊർണൂര് അല്ലേ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഒക്കെ ദൂരമുള്ള ആൾക്കാരാണല്ലോ. ഓക്കെ, മനസ്സിലായില്ലേ? കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഡൗട്ടുണ്ടോ? മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരെയുണ്ടോ? ഒരാളുണ്ട്. സലീന. ഹായ് സർ. പറഞ്ഞു. ഞാൻ സെലീന. ഞാൻ അവിടെ ഓഫ്ലൈനിൽ കേറിയിട്ടുണ്ടായിരുന്നു. 2 ക്ലാസ്സിന് വന്നിട്ടുണ്ട്. സാറിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അവിടെ. 2ാമത്തെ ക്ലാസ്സിന് വന്നപ്പോ തന്നെ ഹസ്ബൻഡ് പെട്ടെന്ന് മരണപ്പെട്ടു. അതില് പിന്നെ വരാൻ പറ്റില്ല ക്ലാസ്സിൽ. അപ്പോ കുറച്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓഫ്ലൈനിൽ തന്നെ കേറണം എന്നുള്ളതിലാണ്. അപ്പൊ ഇതുവരെ തിരൂരിന് 3 മക്കളുണ്ട്. ഒരാള് 9th, ഒരാള് 5th, ഒരാള് 1st. ഡോണ്ട് വറി. നമ്മൾ എന്ത് പ്രതിസന്ധിനും പിടിച്ചു കയറും. മനസ്സിലായോ? കാരണം നമ്മൾ മനുഷ്യനാണ്. ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എനിക്ക് ജീവിച്ചേ പറ്റൂ. ഏതുവരെ? എൻ്റെ മരണം വരെ എനിക്ക് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിച്ചേ പറ്റുള്ളൂ. കാരണം പല സമയത്തും നമുക്ക് ഇതേപോലെ വരും. അതങ്ങനാണ്, ലൈഫ് അങ്ങനെയാണ്. നമ്മുടെ എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ട്രാക്കിൽ തന്നെ പോയിക്കൊള്ളുന്നില്ല. ഇത് നമ്മളെ മാത്രം കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ അങ്ങനെ പല സാഹചര്യങ്ങളും വരും. ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കുക, നമ്മളെ മാനസിക ധൈര്യം ഉണ്ടാക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് വർക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് അപ്പം തുറക്കും. അപ്പൊ പ്രകൃതി അടക്കം നമ്മളെ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം കേട്ടോ. സെലീന, ഡോണ്ട് വറി. ഓക്കെ, എന്നാൽ ഇനി ഓഫ്ലൈനിൽ വന്നാൽ എന്നെ കാണണം. ഓക്കെ, എന്നെ കാണണം കേട്ടോ, തീർച്ചയായിട്ടും. ഓക്കെ, യെസ്, ഓൾ ദ ബെസ്റ്റ്. എല്ലാരോടും പറയണേ,
നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾക്ക് മലപ്പുറത്ത് വരാൻ പറ്റിയാൽ നിങ്ങൾ മലപ്പുറത്ത് വരണം. IT അക്കാദമി നിങ്ങളെ എല്ലാ സമയത്തും സ്വാഗതം ചെയ്യാണ്. നമ്മളൊരു ഓൺലൈനിൽ മാത്രം കണ്ടിട്ട് നമ്മൾ പോകാനല്ല, നമുക്ക് നേരിട്ട് കാണണം. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ വരണം. ദൂരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇനി അങ്ങനെ താമസിക്കാൻ കഴിഞ്ഞില്ല, എത്താൻ നേരത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇതിനൊക്കെയുള്ള സൗകര്യവും സംവിധാനമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. നിങ്ങൾ ഒരു ദിവസം വരണം. ഓക്കെ, ഇത് ആദ്യത്തെ ക്ലാസ് തന്നെ ഞാൻ വിളിക്കുകയാണ്. നിങ്ങൾ വരണം. തീർച്ചയായിട്ടും നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ വരണം. അതൊക്കെ ഒരു നമ്മളെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയ 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 എനർജിയാണ്. അപ്പോഴാണ് നമ്മളെ മനസ്സിനെയൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക. നമ്മൾ ഇന്നൊരു കൂട്ടിലടച്ചപ്പെട്ട കിളികളൊന്നുമല്ല. എന്നും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊന്നുമല്ല. നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ്, സന്തോഷിച്ച് ജീവിക്കാനുള്ളതാണ്. അതിനുള്ള അവസരങ്ങളാണ് അതെല്ലാം. ഒറ്റൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഇവിടെയുള്ള ആ അവസരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലീനക്ക് 2 ദിവസം വന്നിട്ടുള്ളെങ്കിലും അത് കുറച്ചും കൂടെ ഫീൽ ചെയ്തിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് പറയാണ്, ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ പറയണ ഞാൻ ഏത് സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, വരാൻ പറ്റിയാൽ അപ്പം നിങ്ങളോട് കാര്യം. ഓക്കെ, ഓൾവേസ് വെൽക്കം. ഓക്കെ, അപ്പോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബാക്കി ടീച്ചേഴ്സ് അടുത്ത ദിവസം മുതൽ കൈകാര്യം ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.